അല്ല ഗൈസ് എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളിപ്പോൾ ഉള്ളത് കോഹ്ലിയുടെ വർക്ക്ഷോപ്പിലാണ്. അതായത് നമ്മുടെ വണ്ടിയുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സർദാർജി കൗട്ടമല്ല ഹായ് ഗൈസ്, ഇന്ന് അടിച്ച് പിമ്പിരിയാണ് കേട്ടോ ആശാൻ എല്ലാ ദിവസം എൻജോയ്മെന്റ്. അപ്പോൾ ഇത്ര നേരം എവിടെ പോയതാ? അവിടെ മാറി ടയർ എടുക്കാൻ വേണ്ടി വന്നാ കേട്ടോ. ഇപ്പം വലിയൊരു പണി കിട്ടി. അതായത് നമുക്കേ ഇതിൻ്റെ വണ്ടിയുടെ കൂടുതലുള്ള ടയറാണ് അപ്പോൾ മാറ്റി തരാമെന്ന് പറയുന്നത്. ആ 3-4 സൈസുള്ള ടയർ നമ്മൾ പറഞ്ഞപ്പോൾ അത് മാറ്റി തരാം. പക്ഷേ ആ ഒരു ടയറിന് 5000 രൂപയാണ്. അപ്പോൾ എന്തായാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, അതായത് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ വേറെ സംഭവം എന്ന് പറയുമ്പോൾ, അതായത് ഇവിടെ ഒരു സെക്കൻഡ് ഹാൻഡ് ടയറിന് 20000 രൂപയാണ്, പുതിയതിന് 40000 രൂപ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടയർ നമ്മൾ വണ്ടി മേടിച്ച് വീണ്ടും പൈസ കൊടുത്ത് നിങ്ങൾ ആലോചിക്കണം, വീണ്ടും വണ്ടി മേടിച്ചതിൽ നിന്നും കൂടാൻ വേണ്ടി പോവുകയാണ്. കാരണം ഇങ്ങനത്തെ ഒരു ടയറിന് 20000 രൂപ. ഇങ്ങനത്തെ 5 ടയർ വേണം. 5 ടയർ എന്ന് പറയുമ്പം അപ്രോക്സിമേറ്റ് ഒരു ടയറിന് 20000, 40000, 80000 പ്ലസ് 5 എത്രയായി? 1,00,000 രൂപ ടയറിന് മാത്രം. അത് തെറ്റിപ്പോയല്ലോ. അല്ല 1,00,000 രൂപ. അപ്പൊ വണ്ടിയുടെ വില കൂടി കേട്ടോ, 11. ഈ വണ്ടിക്കകത്ത് നല്ല നല്ല സാധനം എടുക്കണം. ആ പൈസ ഉണ്ടെങ്കിൽ 2 ടയർ പുതിയതെടുക്കാം. പിന്നെ പോയിട്ട് അടുത്ത 2 ടയർ 40000 രൂപയാണ് പുത്തൻ ടയർ. പുതിയ ടയർ 80000 രൂപയ്ക്ക് 4 ടയർ എടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ അതങ്ങനെ 40000 രൂപ ഒരു ടയറിന്. 2 ടയറിന് 80000. 1,60,000 രൂപ ഉണ്ടെങ്കിൽ 40000 കൂടുതൽ എടുക്കാം. പുതിയ എടുക്കാം. ഇവിടുന്ന് ഒരു സാധനം എടുക്കില്ല കേട്ടോ, എല്ലാം അപ്പുറത്ത് എടുക്കാമല്ലോ. നമ്മുടെ വണ്ടിയുടെ പരിപാടി അവിടെ നടക്കുകയാണ്. കോഹ്ലി അവിടെ ഇരിപ്പുണ്ട്. തുമ്പി വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞാൽ എന്താവും ദൈവത്തിന് അറിയാം കേട്ടോ, ഒന്നും അറിയത്തില്ല. ഞാൻ എല്ലാം മാറ്റി പറയാണ്. ഇവിടെ ഇനിയിപ്പം എത്രയും പെട്ടെന്ന് വണ്ടി എടുക്കുക, എന്നിട്ട് പോവുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അല്ല വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. അവനായിട്ട് സംസാരിക്കണം. ആ ടയർ പുതിയത് മാറ്റി തരാൻ പറയാം. അവസാനം എത്താൻ നേരത്തെ എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വള്ളിക്കെട്ടൊക്കെ വരും കേട്ടോ, അത് 100% ഉറപ്പാണ്. പക്ഷേ ഭ്രാന്ത് പിടിക്കാൻ ചില സമയത്ത് ഇവരിപ്പം പറയുന്നത് പിന്നെ പറയില്ല കേട്ടോ. അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളങ്ങനെയാണ്, നിങ്ങളൊരു വണ്ടി എടുക്കാൻ തീരുമാനിച്ച് നേരിട്ട് വരിക, അല്ല ഉറപ്പിക്കുക, എഴുതി മേടിക്കുക. നമുക്ക് എഴുതി മേടിക്കാൻ പറ്റിയില്ല. അല്ല എന്നിട്ടെല്ലാം ഉറപ്പിക്കുക, എന്നിട്ട് ഇവിടെ വന്നെല്ലാം ചെയ്യുക. അല്ലാതെ ഒരു പറയുന്നത് കേട്ടൊന്നും മേടിച്ചുകൊണ്ട് പോയേക്കില്ല കേട്ടോ. നമ്മുടെ എക്സ്പീരിയൻസ് പറയാണ്. എന്ത് കളിച്ചാലും നിങ്ങൾ ഇവിടുന്ന് ഇത്രയും പൈസയ്ക്ക് വണ്ടി മേടിച്ച് നാട്ടിൽ ചെല്ലുന്നത് ഒരു 3,00,000 രൂപയുടെ പണി നിങ്ങളിനി പുറമേ കാണണം. അതായത് വണ്ടിയുടെ TVS കയറ്റി പണിയുമ്പം ഏതാണ്ട് 1,00,000 രൂപയുടെ ചോടോട് വരും. ടയർ മാറുമ്പം 1,60,000 വരും. പിന്നെ ബാക്കിയുള്ള അല്ലറച്ചിലുള്ള പരിപാടിയൊക്കെ ആകുമ്പം നിങ്ങൾ വിചാരിച്ചിട്ട് നിൽക്കൂല കാര്യങ്ങൾ. അപ്പം എടുക്കാൻ ആഗ്രഹമുള്ളവരോട്, പ്ലാൻ ഉള്ളവരോടാണ് ഞാൻ പറഞ്ഞത്. അല്ലാത്തവരോടല്ലേ അതാ ഇവിടെ കറണ്ടും കുഴപ്പമൊന്നുമില്ല. കറണ്ടില്ല കേട്ടോ, ഇവിടെ കറണ്ടൊന്നുമില്ല. ഇവിടെ കറണ്ടൊക്കെ ഫ്രീ ആണെന്ന് പറയുന്നത്. പക്ഷേ ജീവിതത്തിലൊക്കെ കിട്ടിയതായിട്ട് എനിക്കറിയില്ല. അതൊക്കെ ഇതാ മുറിച്ചെടുക്കുന്ന നമ്മുടെ വണ്ടിയുടെ പരിപാടികൾ. ഇവിടെ മിസ്റ്റർ സുഗുണൻ എന്ത് ചെയ്യടാ? താഴെ क्या काम है, क्या है? ब्रेक लाइट ओ हीटर करेगा भैया. और हीटर का कनेक्शन റെഡി. എല്ലാ സാധനം കൊടുക്കണം പറഞ്ഞല്ല. കരിഞ്ഞൊക്കെ മണക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. തന്നെ കരിഞ്ഞ് മണക്കണേ. പുള്ളി പണി എടുക്കുമല്ലോടാ. അവിടെ തീ കത്തുന്നു. എർത്ത് ആകുമ്പോൾ അങ്ങനെ അടിക്കാൻ ചാൻസ് ഉണ്ടോ? എല്ലാ സാധനവും സെറ്റ് ചെയ്തിട്ട് വിടത്തുള്ളൂ. ഇവിടെ നിന്ന് ഉള്ളിൽ നിന്ന് പുള്ളിക്കാരൻ കത്തിച്ചാൽ കുഴപ്പമില്ല, മുതലാളി കാശിലേ പോകുള്ളൂ. അതെ, എൻ്റെ പുറത്തുനിന്ന് കത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോയി. ഇതേ കാണുമ്പം കണ്ടം ചെയ്ത വണ്ടിയാണേലും നല്ല ചെലവ് വരും കേട്ടോ എല്ലാ സാധനങ്ങൾക്കും. ലിബിനെ അതിൻ്റെ 2 ടാങ്കിന് കണക്ഷൻ കൊടുക്കാനുണ്ട്. അപ്പം ആ 2 ടാങ്കിന് കണക്ഷൻ കൊടുക്കണം. അത് ഒട്ടുവെക്കത്തെ അച്ചായനാ രൂപ വെള്ളം മേടിക്കട്ടെ. ഇന്ന് നല്ല കാലാവസ്ഥയാണ്. ഇന്നലത്തെ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഒരുപാട് നന്ദി. അത്രയ്ക്കും ചൂടായിരുന്നു, സഹിക്കാൻ പറ്റത്തില്ല. 2 ദിവസമായിട്ട് കാലാവസ്ഥ ഇച്ചിരി നല്ല. ടയറിൻ്റെ വില മാറിയത്, വണ്ടിയുടെ വില ഭയങ്കരമായിട്ട് മാറിയിട്ടോ. എന്താ ചെയ്യാന്ന് ആലോചിക്കുന്നത്. അതായത് സെയിം സൈസിലുള്ള നല്ല ടയറൊന്നും അവിടെ ഇല്ല. നമ്മളിപ്പോൾ ഇച്ചിരി എന്താ ചെയ്യുക, അങ്ങനത്തെ ടയർ തന്നെ എടുത്തില്ലേ പണിപ്പാൾ. ഒരു 10 രൂപയ്ക്കൊക്കെയാണ് പിന്നെ കുഴപ്പമില്ല. മൊത്തം 40000 രൂപയ്ക്കാണ്. 50,000 രൂപ. മൊത്തം 50,000 രൂപയ്ക്ക് 5 ടയറാണ് കുഴപ്പമില്ല. ഒരു ചാത്തൻ ടയർ മേടിച്ചിട്ടായിരുന്നു സ്റ്റെപ്പിനായിട്ട്. ഇതിപ്പം ആകെപ്പെട്ടു. ഹായ് ഗൈസ്, ആകെപ്പെട്ടു. പിന്നെ അത് മാത്രമല്ല വേറെ പ്രശ്നമുണ്ട്. ആ പ്രശ്നം നിനക്കറിയാവോ? എന്നാ പ്രശ്നം? ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം കേട്ടോ. ഗൈസ് ഞങ്ങളുടെ ഇവിടുത്തെ ചെറിയൊരു കുട്ടിയാണ് കേട്ടോ. പേര് ഗൈസ് ഇവിടെ ഞങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്ന കടയിലുള്ളവനാണ്. ഞങ്ങൾ പോട്ടെ, ഞങ്ങൾ എന്നിട്ട് വെള്ളം കുടിപ്പിക്കും കേട്ടോ. പോവാം. ഇപ്പം ഇന്നത്തെ വെള്ളം കൂടി കഴിഞ്ഞു. പൈസ കൊടുത്തോ? പൈസ കൊടുത്തില്ല. कितना है एक लस्सी है एक पानी है. ഇല്ല. ഫൈനലി നമ്മളങ്ങനെ
വെള്ളം കുടിപ്പിക്കുന്നത് നമ്മളെ വെള്ളം കുടിപ്പിച്ച് വെള്ളമായിട്ട് വിട്ടു. ഇവിടെ മൊത്തം കേസ് കേട്ടാ. ഈ വണ്ടിയുടെ സാധനം കിട്ടണം, ഇത് ഊരി വെക്കാൻ പറയണ്ടോ. ഇതും കൂടെ കിട്ടിയില്ല ഞാൻ പൊട്ടിത്തെറിക്കും. ഇത് പിടിച്ച് ഇതിൻ്റെ സീറ്റും പാവങ്ങൾ, ഇതിൻ്റെ സീറ്റും ഇതിൻ്റെ സാധനങ്ങളൊക്കെ നല്ല ഇത് തരാമെന്നാണ് പറഞ്ഞത്. ഇത് മാറ്റി വെക്കാൻ പറഞ്ഞു ഇപ്പം തന്നെ. ഈ 2 സീറ്റും കൊള്ളാം, കുഴപ്പമില്ല. ചെറിയ അപ്പോൾസറിയും പിന്നെ സ്റ്റിയറിംഗ് മാറ്റണം, ചെറിയ അപ്പോൾസറിയും പരിപാടിയൊക്കെ ഉള്ളൂ. പക്ഷേ നമ്മുടെ വണ്ടിയുടെ ഈ ഫ്രണ്ട് കണ്ടോ, ഇതിന് ഷേപ്പില്ല കേട്ടോ. ഇത് ഷേപ്പാക്കി എടുത്ത് ഇതേപോലെ ആക്കിയെടുക്കണം, അല്ലെ വൈപ്പറൊന്നും അടിക്കുകയൊന്നുമില്ല. ഇല്ല ഏതായാലും ഇവർ ഇത്രയും പറഞ്ഞല്ലോ കേട്ടോ. എല്ലാത്തിനും കൂട്ടി വരില്ല. ബോഡിയൊക്കെ മാറ്റിയേക്കാൻ പറയുന്നത് അങ്ങനെയല്ല പണി കൊടുക്കണേ. നീ ബോഡിയൊക്കെ മാറ്റാൻ പറ. അതില്ല കുറച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള എല്ലാം ഇറക്കി ഇവര്. ഈ 4 ടയർ വലിയ കുഴപ്പമില്ലോ. ഏതാ ഈ ടയർ അത് പോയതാ. വില കേട്ടോ പറഞ്ഞത്, വില ഭയങ്കര കൂടുതലാണ്. അവർക്കറിയാം പുറത്ത് ഇത്രയും പൈസ ഉണ്ടെന്ന്. ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചില്ല, കിടിലൻ സാധനം. 1 2 3 4 4 8 ടയറുള്ള 8 കാലി. എൻ്റെ പൊന്നു മക്കളെ, 40 വർഷം പഴക്കമുണ്ട് കേട്ടോ. ഇപ്പം തന്നെ 40 വർഷം. ഇനിയും ഒരു 10 വർഷം കൂടെ ആർമിക്ക് വേണ്ടി ഓടിയിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യും. മൈലേജ് കേട്ട എല്ലാവരും ഞെട്ടും. 1 കിലോമീറ്റർ 4 ലിറ്റർ എണ്ണ. ഇത് ഡീസൽ 12 സിലിണ്ടറാണ്. ഇതിൻ്റെ 8 സിലിണ്ടർ ഉണ്ട്, 10 സിലിണ്ടർ ഉണ്ട്, 12 സിലിണ്ടർ ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഡീസൽ. സാധനം പുറത്ത് കിട്ടൂല, ഒരു സാധനം കിട്ടൂല കേട്ടോ. അമ്മാതിരി വണ്ടി. എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഒരു വണ്ടി കണ്ടിട്ടേ ഇല്ല. വേണം നമുക്കൊന്ന് ഫ്രണ്ട് വരെ പോകാട്ടോ. ഈ വണ്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയല്ലേ, വണ്ടി പ്രാന്തം കയറിയോ പരിപാടി പാല് കേട്ടോ. ഉണ്ടാക്കുന്ന മൊത്തം വണ്ടിക്കോ. കാരണം പണ്ടത്തെ പോലെ വണ്ടികളൊന്നും ഇപ്പോൾ അത്ര പ്രോഫിറ്റ് അല്ല. അപ്പോൾ അതങ്ങനെയാണ് അതിൻ്റെ സംഭവം. ഇത് കണ്ടോ, ഈ വണ്ടിപ്രാന്ത് എന്ന് പറഞ്ഞൊരു 1.5 പ്രാന്താണ് ഗൈസ്. ഈ ടയർ ഈ വണ്ടിയൊക്കെ ഉള്ളതിൻ്റെ എങ്ങനെ കിടന്ന് ഉറങ്ങുന്നടല്ലേ ഇവനെ. കണ്ടല്ലേ ടയറിന് ഇപ്പോൾ 20,000 ഒന്നും കൊണ്ട് തന്നെ രക്ഷയില്ല. ഇത് ഇന്നലെ പെയിൻ്റ് അടിച്ച വണ്ടിയാണ് കേട്ടോ. ഇതുണ്ട്, ഇതാ വണ്ടി. എന്താ വണ്ടി നോക്കി. ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നാ. ഗൈസ് ഇതാണ് സംഭവം. നമ്മുടെ അപ്പോൾസറിക്കാരനെ കണ്ടുപിടിക്കണ്ടേ മോനെ, പിന്നെ ഡെൻറ്റിങ്ങുകാരനെ കണ്ടുപിടിക്കണ്ടേ. ഇവിടെയാണ് ഡെൻറ്റിങ്ങുകാരൻ, പിന്നെ അപ്പോൾസറിക്കാരൻ അവിടെയാണ്. അവനെ വിളിച്ചോണ്ട് വന്നിട്ട് ഒന്ന് വണ്ടി കാണിച്ചിട്ട് അപ്പോൾസറി ചെയ്യണം. ആ ബോഡി ശരിയായിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഇവിടെ ഗ്ലാസ്സൊക്കെ അപ്പം കിട്ടുമല്ലേ, എല്ലാം കിട്ടും. ഇവിടെ എല്ലാ പരിപാടിയും നടക്കും കേട്ടോ. അല്ലെങ്കിൽ വേറെ ഒരു പരിപാടി ഇവിടെ വിട്ട പണി പാളും. അതായത് ഇവിടെ വണ്ടി ഉണ്ടല്ലോ അവനെ, അപ്പോൾ എന്ത് ക്ലാസ് ഇവിടെ കിട്ടും അല്ലേ. ഇവിടെ വണ്ടി ഉള്ളതുകൊണ്ട് എന്ത് ക്ലാസ്സും കിട്ടും കേട്ടോ. ഇവിടെ എന്നെ ലുക്കോടാ ഇവന്, എന്നെ എടുപ്പാ കാര്യമൊക്കമില്ല കേട്ടോ. ഒരു പെട്രോൾ പമ്പ് സ്വന്തമായിട്ട് ഉള്ളവന് വാങ്ങാം. പാർട്സിനൊക്കെ മുടിഞ്ഞ പൈസ. ഇവിടെ ഇഷ്ടംപോലെ ഈ വണ്ടിയുടെ സാധനങ്ങൾ എല്ലായിടത്തും പൈസ കൂടുതലാണ്. അവിടെ കുറവ്. സർദാർജി ഇന്ന് ഡൽഹിക്ക് പോയേക്കുവാണ്, പോയിട്ട് വരട്ടെ. അപ്പൊ നമ്മുടെ ഡെന്റിങ്ങിന്റെ കാര്യം ഒന്ന് അവനോട് പറയാൻ പറഞ്ഞു. 11 മണിയായി. വേറൊരു കാര്യം പറയട്ടെ, 86 വണ്ടിയാണ്. 84 86 ആർമിയുടെ ഡ്രൈവറായിട്ട് സംസാരിച്ചത് 86. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ കേട്ടാ ഗൈസ്, ഇവിടെ ഒരു സ്റ്റാലിൻ കിടപ്പുണ്ട്. സ്റ്റാലിൻ അതിനകത്ത് ആർമിക്കാരുണ്ട് കേട്ടോ. 2001 വണ്ടിയാണ്. ഇത് ഇതുണ്ട് 2001 വണ്ടി. ഇത് 86 കറക്റ്റാ. 86 വണ്ടി നീ പറഞ്ഞ 100% കറക്റ്റ്. എടുത്തുണ്ടോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, കണ്ടോ 86 കണ്ടോ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നീ വന്ന് കയറുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ സൂം ഔട്ട് ചെയ്തേ. കള്ളാ വാ. ടയറിന്റെ വില പറഞ്ഞു, വണ്ടിയുടെ വില പോയ ക്ലിയർ അല്ല. ഇപ്പം പേപ്പർ ക്ലിയർ ആണ്, പേപ്പർ ക്ലിയർ. പക്ഷെ ബാക്കിയുള്ള കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല. ഇവിടെ നല്ല നമുക്ക് 10 രൂപ കയറിയിരിക്കുന്നത് ഞാൻ ഒരു സന്തോഷം നോക്കി. എന്താ വണ്ടി മോനെ. ഇത് എയർ സസ്പെൻഷൻ ആട്ടോ. എയർ അതെ, ഫുൾ സസ്പെൻഷൻ എയറാ. വേറൊരു ടൈപ്പ് സസ്പെൻഷൻ ആട്ടോ. എൻ്റെ വെള്ളം പോയത് ചെക്ക് റിപ്പബ്ലിക് രാജ്യത്തിന്റെ വണ്ടിയാണ്. അപ്പൊ നമ്മള് എന്താ പറയാ, ഡെൻഡറിനോട് പറയണ്ടേ നമുക്ക് ഇനി ഇവിടെ കറങ്ങി നടക്കാം. അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അവിടെ പോവാ. ഇല്ല പരിപാടി ചെയ്യില്ല. ലാസ്റ്റ് സമയത്ത് മറ്റേ സംസാരിക്കാം. ഭയ്യാ आपका पापा आएगा ഈവനിങ് ആയേगा ठीक है. അതിന് അപ്പം വന്നില്ല കേട്ടോ. നോക്കിയാൽ എന്തോരം കിടക്കുന്നത് നോക്കിയാൽ. എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. കാശ് ഈ കുഞ്ഞു പിള്ളേരൊക്കെ മറ്റേ അമ്പലപ്പറമ്പിൽ കൊണ്ടുപോയിട്ട് വണ്ടി മേടിച്ചു കൊടുക്കാത്ത വീട്ടുകാർ പോകുന്നല്ലേ, വാങ്ങാത്തല്ലേ. ശോ, സത്യം പറഞ്ഞാൽ 2021 മുതൽ കഷ്ടപ്പെട്ടായിരുന്നു നമുക്ക് ഈ ബുദ്ധിമുട്ട് വരില്ല. നമ്മളിപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഭയങ്കരമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അതായത് നമ്മൾ 2021 ശേഷം ഇപ്പോഴാണ് ഫീൽഡിലേക്ക് വീണ്ടും തിരിച്ചിറങ്ങിയത്. അതുവരെ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ വക്കീൽമാർക്കും പിന്നെ അതേപോലെ തന്നെ അതും ഇതൊക്കെ എത്ര കുടുംബം ജീവിച്ചു പോയെന്നറിയാമോ ആ സമയത്ത്. പറഞ്ഞിട്ട് അതിനൊക്കെ കുറേ പൈസ കുറേ പേര് പറ്റിച്ചു, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കുറേ ബിസിനസ് നടത്തി, അറിയാത്ത ബിസിനസ് അത് പൊട്ടി. പിന്നെ ജീവിതത്തിൽ അറിയാത്ത ബിസിനസ് ഞങ്ങളില്ല. ഉള്ളി വർക്ക്ഷോപ്പ് നമ്മുടെ ഫീൽഡ് മാത്രം. ഇപ്പോഴിവിടെ ഈ കാലാവസ്ഥയാണെങ്കിലും ദാഹത്തിന് ഒരു കുറവില്ല. ബട്ടർ മിൽക്ക് കുടിച്ചാണോ പണിപാളിയായി? ബട്ടർ മിൽക്കായിരിക്കും. പച്ചവെള്ളം കുടിച്ചാൽ വലിയ പ്രശ്നമില്ല. ഡെൻഡറിനെ വിളിക്കാൻ പറയണം അവനോട്. പോവാ, ടാക്സി വിളിയടാ. എവിടെ വെക്കുക? രണ്ടും ഞാൻ പിടിക്കാം ഗൈസ്. എല്ലാ കാര്യങ്ങളും സംസാരിക്കാനോ. ഡെൻഡറിനെ വിളിക്കാൻ പറയാം ആദ്യം. വണ്ടിയുടെ പരിപാടി തീർക്കാൻ പറ. ഇത് കഴിഞ്ഞിട്ട് വേണം നേരെ അങ്ങോട്ടോട്ട് വണ്ടിയുടെ ഓരോ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി.
കഴിഞ്ഞ ദിവസമാണ് വലിയൊരു അബദ്ധം പറ്റി ഗൈസ്. എന്താണെന്നറിയോ അബദ്ധം? അത് നിങ്ങൾ കേട്ടാൽ ഞെട്ടും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നലെ ഞാൻ HDR-ൽ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഷൂട്ട് ചെയ്തത് എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റി എല്ലാം HDR-ലേക്ക്. എടാ അവൻ പോയടാ, അവൻ പോയാ. നമ്മുടെ ചാച്ചയെന്ന് വന്നു. പുള്ളി നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ബാക്കി ആരും സപ്പോർട്ടല്ല എന്നല്ല, പക്ഷെ നമുക്ക് അഭിപ്രായ വ്യത്യാസം വരുവാണെങ്കിൽ നമുക്ക് വിഷയം. നമ്മൾ പറഞ്ഞ സാധനം നമുക്ക് കിട്ടണം. അത് ഞഞ്ഞാവുഞ്ഞാന്ന് പറയുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ആരായാലും എന്ത് കാര്യമായാലും നമ്മൾ അങ്ങനെയാണ് പറഞ്ഞു. ഈ വാക്ക് മാറ്റിയില്ലേന്ന് നോക്കണേ. ലോകത്തിലേറ്റവും അപകടകരമായ സാധനമാണ് കെയർഫുൾ ഗൈസ്. പുള്ളിയുടെ പിന്നെ തൊഴിലവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ നമ്മുടെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കറണ്ട് ഇല്ല ഇവിടെ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവൻ ഇത്രയും നേരം വരെ ഇതിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറണ്ട് വന്നു. ഇവിടെ എന്തോ വൈപ്പർ ബ്ലേഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ആ വെള്ളം കൊണ്ട് ഇവിടെ വെക്കാം. ഇവിടെ വെക്കാം. എന്നാ വെച്ചോളൂ. ഇവിടെ വെച്ചിട്ടുണ്ട്. भैया ये रेडी करेगा? कौन रेडी करेगा? ये वाला? हाँ डेंडर. അത് ഊരണ്ടേ? ഇപ്പൊ ഇത് വെച്ചിട്ട് കാര്യമുണ്ടോ? നിനക്കെന്നാ അത് വീണ്ടും ചെയ്യുന്നതിന് നിനക്കെന്നാ ബുദ്ധിമുട്ട്? നമ്മൾ അവിടെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇതെന്തൊക്കെ ഇതൊക്കെ വാഷ് ചെയ്തിട്ട് ലീക്കൊക്കെ ഉണ്ട്. ഇത് വീണ്ടും ഊരണ്ട് വരും കേട്ടോ. ഈ വൈപ്പർ ഒന്നും ശരിയാവില്ല കേട്ടോ. വെറുതെ അടിച്ചു കൂട്ടി വെച്ചേക്കോ. അലോമെന്റ് റെഡി ആവൂല. തെക്കോട്ട് പിടിച്ചാൽ വടക്കോട്ട് വരും. അലോമെന്റ് ഒന്നും കറക്റ്റല്ല. എല്ലാ കാര്യത്തിനും അലോമെന്റ് എല്ലാ കാര്യം ഇവിടുന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ പോകാവുള്ളൂ. ഇതിന്റെ ഇടയിൽ നോക്കി ഇങ്ങോട്ട് തള്ളാൻ പറ്റുന്നു മാറിക്കേ. എന്നാ ഏതാടാ ഇത്? തള്ളാനും പറ്റൂല. ഇല്ല മറ്റേ സാധനം ഉണ്ടോ വലിക്കുന്ന ഇങ്ങനെ ഡെന്റിയൻ സാധനം? ഈ സാധനം മൊത്തത്തിൽ വലിക്കുന്നത് ഉരുണ്ട് വരും. ശിവ ഒന്ന് പറഞ്ഞായിരുന്ന പരിപാടി പെട്ടെന്ന് തീർന്നാണ് കേട്ടോ. ഡെൻഡർ വന്ന് പടപടയെന്ന് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞാൽ ഇത് ഇവിടെ എല്ലാം സ്റ്റാർട്ടാകുമ്പോൾ യൂറോപ്പ് പോലെ ഒരു നല്ല വൃത്തിക്ക് കുളിച്ചു വന്നാൽ നിങ്ങൾ ആലോചിച്ചോണം. എൻ്റെ കാലിൻ്റെ അവസ്ഥ ഉണ്ടോ? ഈ പൊടിക്കകത്ത് വന്നിട്ട് അമ്മാതിരി പൊടിയാണ്. ചവിട്ടുമ്പോൾ നിങ്ങൾ കണ്ടതുണ്ടോ? ഇതുണ്ടോ? അതാണ് അവസ്ഥ ഗൈസ്. അതായത് ആ ഡെൻഡർ വന്നൊന്ന് എല്ലാം നോക്കിയായിരുന്നു പരിപാടി. മറ്റേ തോർത്തോടെ എത്തടാ? തോർത്ത് തന്നെ വിളിച്ചു. ആ ഡെൻഡറിനെ അവിടെ വിളിച്ചോണ്ട് വന്നാലോ? രണ്ടെണ്ണാണ് വിളിച്ചോണ്ട് വന്നാലോ? പറയാതെ അങ്ങനെ വിളിക്കാം. പ്രശ്നമില്ലേ? ആരാ പറയുക? അല്ല ഇനിയും പണി കണ്ടു. पूरा काम खत्म है. फ्रंट शीशा निकालना है, जब बॉडी उतारेगा ना लाइट सब लगाएगा ये. कौन सा? वेल्डिंग है ना, इसको स्विच लगा हुआ है. बेकिल लाइट इधर अंदर വെക്കാൻ കേട്ടോ. और हॉर्न है, स्टार्टर है, पूरा लाइट है. आरपीएम मीटर इसमें नहीं होता है, उसमें होता है. ठीक है. हीटिंग चल रहा है, वो चल रहा है, अल्टरनेटर चल रहा है, हेडलाइट का चल रहा है, इंडिकेटर का चल रहा है, सब. लाइट वाइपर भी चला दिए. लाइट भी चल गई, हेडलाइट में दूसरा दो लाइट चाहिए. हाँ दोनों चलता है. दूसरा एक्स्ट्रा दो लगेगा, वो बाद में लगाएगा ना लास्ट. वो लगेगा, लगेगा. और ये क्या करेगा? अंदर में एक एक्स्ट्रा लाइट चाहिए, मैं उधर में ले दिएगा बड़ा वाला. ना ले आओ. अच्छा बड़ा वाला चाहिए? इतना बड़ा चाहिए? अरे नहीं मैं ले लिया. उधर दुकान है ना, ले लिया. मैं ले लिया. ज़्यादा सामान उसमें परचेज करेगा. अभी ले लिया कि लेना है? लेना है. अभी नहीं. वो उधर से ज़्यादा सामान परचेज है. वो स्पीकर है और स्टीरियो है, वो वाला सब कुछ ले लिया. वो बाद में लेगा ना, अभी तो उसको पहले क्लीन करके. हाँ एक का साथ है. ലൈറ്റ് വേണം കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി രാത്രിയിലൊക്കെ. പിന്നെ കിടക്കുന്നൊക്കെ. പിന്നെ ഇതടിക്കണ്ട അപ്പോൾസറി. ഏ അപ്പോൾസറി കാ അപ്പോൾസറി. एक मिनट. डिस्को ആള് കാട്ടുതെറിയാട്ടെ ഇടയ്ക്കിടയ്ക്ക്. ഇതില് ഇവിടെ വിഞ്ച് അടിച്ചു ശരിയായിക്കൊണ്ടിരിക്കുക. दिल्ली का जाने के लिए ना. കഴിച്ച് ഡൽഹിക്കാണ്ട് പോകണ്ട. എൻ്റെ ക്യാമറയ്ക്ക് എന്തോ പറ്റി. ഫുള്ള് റെഡിഷ് കൂടുതൽ. ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഞാൻ അവിടെ അപ്പോൾസറിക്കാരനെ വിളിച്ചോണ്ട്. ടയറിന്റെ കേസിലാണ് ഇപ്പൊ വന്നത്. അല്ല നമുക്ക് അപ്പോൾസറിക്കാരനെ പറഞ്ഞിട്ട് വരാം. അവനെ വിളിച്ച് അളവ് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പൊ മറ്റേത് ഊരണ്ടേ? ഏതോ ഇതൊന്നും മറ്റൊന്ന് വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. സീറ്റ് ഉണ്ടായല്ലേ സീറ്റ് അടിക്കാൻ പറ്റുള്ളൂ. അളവ് കൊടുക്കാൻ പോയിട്ട് കാര്യമില്ലല്ലോ. സീറ്റ് അടിക്കണ്ട. ആ സീറ്റ് തൂത്തെടുത്താൽ പിന്നെ നാട്ടിൽ നിന്ന് ചെയ്യാം. സീറ്റ് അടിക്കണ്ട. വേറെ സീറ്റൊന്നും ഇവിടെ കിട്ടൂല. പിന്നെ എന്നാ റെസ്റ്റും കൊണ്ട് അടിക്കുന്നത്? എടാ മറ്റേ നമ്മൾ കിടക്കൂലേ, രണ്ടുപേർക്ക് കിടക്കണ്ടേ? ഒരാൾക്ക് കിടക്കാനുള്ളതല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ നടുക്കത്തെ ബോക്സ് ഇല്ലേ, അത് തീരുമാനമാക്കണം. അല്ലെങ്കിൽ എല്ലാം തീരുമാനമാക്കിയിട്ട് പോകുന്നതല്ല. ഇപ്പം ടയറിനെ കൂടെ ഇറക്കും. എത്ര ദിവസം വേണ്ട വരും? 6 ദിവസത്തെ. എന്നാടാ ഇങ്ങനെ? ഞാൻ എന്റെ സെറ്റിങ്സ് എല്ലാം കറക്റ്റാണ്. കാലാവസ്ഥയുടെ ചുമപ്പ് കൂടുതൽ. കാലാവസ്ഥയുടെ നമുക്ക് നേരെ അങ്ങോട്ട് പോകട്ടെ. എന്നിട്ട് നമുക്ക് ആ ടയർ നോക്കാം. ടയറാണ് നമുക്ക് സഹിക്കാൻ പറ്റതായി പോയത്. അതായത് വലിയ പൈസ പറഞ്ഞു. 20,000 രൂപയിലാണ് ടയർ കൊടുക്കുന്നത്. നമ്മൾ ടയർ എടുക്കുമ്പോൾ 5,000 രൂപ കുറയ്ക്കുമെന്ന്. അപ്പോൾ അത് 15,000 16,000 ഒക്കെ ആവും. 16,000 വെച്ച് 2 ടയറിന്റെ വില 30,000. എനിക്ക് അതല്ല, അവൻ വേറെ ഇച്ചും കൂടെ കുറഞ്ഞ ടയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തേഞ്ഞ ടയർ. ഞാൻ ചോദിച്ചു നീ 4 ടയറിന് 60,000 രൂപ.
75,000 രൂപ 6 ടയറിന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഒരു 10 രൂപയ്ക്കാണ് ഇവൻ പറയുന്നൊരു മയം. നമുക്ക് അപ്പുറം പോയാലോ അവനെ? എവിടെയാ? അങ്ങ് ടൗണിൽ ടയർ പോയി നോക്കിയിട്ട് വരാം. ഒരു ഓട്ടോയ്ക്ക് പിടിച്ചിട്ട് ആരും പേശാൻ നിൽക്കണ്ടല്ലോ. ഇതൊക്കെ ഒരു ദിവസം വേണോ? അപ്പോൾ ഈ റിമ്മിന് എത്രയായിരിക്കും? റിമ്മിന് 4 രൂപ. 4 രൂപ ഒരെണ്ണം മേടിച്ചാൽ മതി. ഒരെണ്ണത്തിന് ആവശ്യമുള്ളൂ. നമുക്കൊന്ന് അപ്പുറം വരെ പോയിട്ട് വരാം. ഇത് കൊണ്ടുപോയവരൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞേക്ക് അപ്പുറം ആ വലിയ ഗോഡൗണില്ലേ, അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. അതായത് ഇയർന്ന് നോക്കട്ടെ ആദ്യം. 18. 18 18 അപ്പോളെ നല്ലതെന്നാ പറയുന്നത്. ഇത് എത്രയാ? ഇത് 20. ഇത് 20 ടയറാ. ഈ ടയർ ഇത് 20. പിന്നെ ഇതാണ് അവൻ പറഞ്ഞ ടയർ, നമ്മൾ എടുത്തോളാൻ പറഞ്ഞത് സാധാ ടയർ. ഇതാ. അപ്പോൾ എടുപ്പുണ്ടാവില്ല. അതാണ് പ്രശ്നം. ഈ ടയർ വലിയ എടുപ്പ് സംഭവം ഉണ്ടാവില്ല. ഇതാണ് നല്ല ടയറായിരിക്കും. അതിന് അടുത്ത് നോക്കാം. ഇപ്പോഴും നോക്കാൻ പറ്റുള്ളൂ കേട്ടോ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെയിൽ വന്നാൽ ഊമ്പി ദൈവമേ. അപ്പുറത്ത് ഇത്ര പൊടിയില്ല എന്ന് വെച്ചാൽ വെള്ളം തളിച്ചൂടെ ഇവന്മാർക്ക്? അല്ലല്ലോ പിന്നെ നമുക്ക് ടയർ പോയി നോക്കിയിട്ട് വന്നാലോ? അപ്പുറം എവിടെയാടാ? അപ്പുറം വേറെ ഒരെണ്ണം ഇല്ലേ? അത് അങ്ങല്ലേ? അപ്പോൾ അവിടെ ഈ പൈസ പറയുന്നെങ്കിലോ? ഏതാ? അവിടെ പൈസ 6,000 രൂപ വന്നാൽ പുള്ളിക്കാരൻ ചോദിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു. ടയറിന് 7,500 രൂപ. 7,500 രൂപ. ഞാനൊന്ന് ആ പുള്ളീനെ വിളിച്ചു നോക്കാം. എൻ്റെ കാലി കയറി. വാ, ശ്രദ്ധിച്ചു പറഞ്ഞേ. ടയർ ആദ്യം ഇവിടുത്തെ നോക്കി പഠിച്ചിട്ട് പോവാം. അവിടെ ചെന്ന് പൊട്ടം കണ്ട പേടിച്ചതിനെ പോലെ നിന്നിട്ട് കാര്യമില്ലോ. ഇതെന്താ പഠിക്കാനുള്ള? ഒന്നുമില്ല. ഇയറൊന്ന് കാണിച്ചെന്ന്. ഏതാ? അതിൻ്റെ ഇയറൊന്ന് കാണിച്ചെന്ന്. കണ്ടേ? അതല്ല, അതിന് നടുക്ക് വിള്ളലൊക്കെ ഉണ്ടോ, എങ്ങനെ വരുന്നതൊക്കെ നോക്കണം. അവിടെ ചെന്ന് ടയർ നമ്മൾ സെലക്ട് ചെയ്യാൻ നേരത്ത് ഇവിടുന്ന് എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും മാറ്റിയിട്ട് അവിടെ നിന്ന് എടുത്ത് എന്ത് ചെയ്യും? ഇതിനെങ്ങനെ ഇതുണ്ടോ? അത് നോക്കണം. അവിടെ പോയിട്ട് ഉള്ളു നോക്കി. ഇത് പൊട്ടൂന്ന് പറയുന്നത് ഇവിടെ. അത് പൊട്ടും. അത് കണ്ട് ഇപ്പം തന്നെ വെഞ്ചല് കണ്ടില്ലേ? അതെ വിള്ളല്. അതെ 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 വിള്ളുണ്ട്. ടയറിന്റെ പ്രശ്നം. ഈ ഒരു വണ്ടി ലേലം വിളിക്കുന്ന പൈസ ഇവന്മാരാ ഈ ടയറിൻ്റെ അതൊന്നും വരും. 1,00,000. ആ ടയർ നല്ലതാ. ഏതാ? അതേട്ടാ അവിടെ കിടക്കുന്നത്. ഇത് 14. അതേട്ടാ അതിനെ മറ്റേ ഇത് ഉള്ളിലത്തെ കട്ട പോലും തേഞ്ഞിട്ടില്ല. കണ്ടില്ല? 14. അത് MRFന്റെ ടയറാ. ഇപ്പം പറയുന്നത് ഇതാണ് സൂപ്പർ ടയർന്ന്. ഏതാ? 20,000 രൂപ ടയറിന് പറയും. അവന് കറക്റ്റ് ഇതിൻ്റെ പുത്തീൻ്റെ വില അറിയാടാ. ഇവർ 1.5 ലക്ഷം 2 ലക്ഷത്തിനൊക്കെ ഇത് മൊത്തത്തോടെ ലേലം എടുക്കുന്നത്. മൊത്തത്തോടെ ലേലം എടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു 1.5 ഒക്കെ വരുള്ളൂ വണ്ടിക്ക് ഇവർ എടുക്കുന്നത്. ടയർ വിറ്റ് കഴിഞ്ഞാൽ കിട്ടി 60,000. പിന്നെ എൻജിൻ വിറ്റാൽ കിട്ടി 1.5. പിന്നെ അതേപോലെ വണ്ടി മൊത്തത്തിൽ വിൽക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞ 7 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് വണ്ടി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല 7 ലക്ഷം എന്ന് പറഞ്ഞു. ഇപ്പോൾ 7 ലക്ഷത്തിനാണ് വണ്ടി കിട്ടുമെന്ന് വിചാരിക്കാം. നമ്മളെടുത്തപ്പം 7-7.5 ആയി. ടയറിന് വീണ്ടും എത്രയായി? 1 രൂപ അടുത്തായി. അപ്പോൾ എത്രയായി? 8. ഇവിടുന്ന് ട്രാൻസ്പോർട്ടിങ് ഏതാണ്ട് നമ്മൾ നാട്ടിൽ എണ്ണ അടിച്ചെത്തുമ്പോൾ 70,000 രൂപ. അപ്പോൾ എത്രയായി? 8-70. പിന്നെ എയർ ക്ലച്ച് കയറണേൽ 20. അപ്പോൾ എത്രയായി? 7.80 ഇപ്പം പറഞ്ഞേ. അല്ലല്ലോ, അതെങ്ങനെ? വണ്ടി 7, ടയർ എത്രയായി? 1. 1 ആയില്ലേ? ഒന്നും അല്ലല്ല. അപ്പോൾ 8 ആയില്ലേ? 8ഉം ഇതും 8-20. ഏത് 8 ഇപ്പോൾ ആയി കണക്ക്. 8-20 ക്ലച്ച്, 80 രൂപയുടെ 70 രൂപയുടെ എണ്ണ. അപ്പോൾ എത്രയായി? 9 രൂപ. 9 രൂപ. പിന്നെ പഴുത മറ്റ് സാധനങ്ങൾ അങ്ങനെയുള്ള പരിപാടി എല്ലാം കൂടെ 10 രൂപ നാട്ടിലെത്തുമ്പോൾ ആവും. പിന്നെ നാട്ടിലെത്തിയതിന് ശേഷം 3 ലക്ഷം രൂപ അടുത്ത് വേറെയും കാണണം വണ്ടി നോർമൽ രീതിയിലാക്കണേൽ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഇതിൽ ക്രേസ് വേണം. ഉള്ള കാശൊക്കെ കളയാന്നൊക്കെ ഉള്ളവരൊക്കെ ഇതിന് ഇറങ്ങാൻ. എടാ അവൻ എന്നൊക്കെ ചെയ്തെന്ന് പോയി നോക്കാം പാടാలి പിന്നെ. എന്നിട്ട് നീ പറഞ്ഞ പോലെ നമുക്ക് ടയർ നോക്കിയിട്ട് വരാം. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പം വലിയ ഇതൊന്നുമില്ല. നമുക്ക് പോയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വന്നിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. എങ്ങോട്ട് വീണിടം വിഷ്ണുലോ എവിടെ വീണാലും ഒരേപോലെ. ഇവിടെ ഇപ്പം നമ്മൾ സാധാരണ ഒരു ഡാൽക്കറിയാലും കിട്ടും, അതുപോലും ഇല്ല. ഇവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല കേട്ടോ. പക്ഷേ ഇവിടെ ഉള്ളൊരു ഭയങ്കര രസമായിട്ട് അതിരുന്നത്. ഇവിടുത്തെ നോൺ വെജ് പോലും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. ആകെ എന്താ പറയുക, ആകെ ഞങ്ങൾ കുടുങ്ങി. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുള്ളിയോട് ചോദിച്ചു നോക്കടാ ഭയ്യ ശിവക്ക കോൾ കരേഗാ എന്തോ തിരക്കിലാകുമ്പോൾ ഇവിടെ പെട്രോൾ പമ്പും അതും ഇതൊക്കെ ഉണ്ട്. ഇവർക്ക് ഇത് ചെയ്ത് ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരനാണ് കേട്ടോ, അല്ലേ? ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. അപ്പോൾ അവന് ഇവിടെ പെട്രോൾ പമ്പ് അത് ഇത് മാങ്ങ തേങ്ങ. ഇവിടെ ഫ്രണ്ടിൽ സീറ്റ് മാറ്റണം. അതൊക്കെ ആരോടെ പറയണ്ടേ? നമ്മളോട് ചോദിക്കണല്ലോ, സീറ്റ് മാറ്റണം. അതാരോടെ പറയണ്ടേ? അവൻ വരുമ്പോൾ പറ, ഇതിനൊരു ആൾക്കാരെ തീരുമാനമാക്കി തരാൻ പറ. ഇത് ഏതാ മാറ്റുന്നത്? ഇത് ഏതാ വെക്കുന്നത്? ഈ ബോഡി അല്ല വേറെ ബോഡി ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഏതാ വെക്കുന്നത്? ഏതാ വെക്കുന്നത്? കാണിച്ചു തരാൻ പറ. വെക്കാനുള്ള ബോഡി കാണിച്ചു തരാൻ പറ. ഞാൻ ഇന്നത്തെ എന്തൊക്കെ മാറ്റി എന്നുള്ളത് നോക്കട്ടെ കേട്ടോ. ഒന്ന് കയറി അയാൾ പുതിയ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. പിടിക്കാനുള്ള വടിയും കൊടയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കംപ്ലൈൻ്റ് ആയിരുന്നു. പിന്നെ നിലത്തിറക്കി വെച്ചേക്കുന്നത്.
ഇതന്നെ ഇങ്ങനെ വെച്ചാൽ കംപ്ലൈന്റ് ആയിരിക്കും. പോയിട്ടുണ്ട്, ഒന്ന് തപ്പാൻ പോയിട്ടുണ്ട്. ആണോ? സീറ്റില്ലെന്നേ, സീറ്റ് എന്ന് പറഞ്ഞ സാധനമില്ല. ദൈവം ഇന്ന് തുണി അലക്കണ്ടേ? തുണി അലക്കണം. എൻ്റെ മോഹോ എന്നാ പറഞ്ഞാൽ ഞാൻ നോക്കട്ടെ കേട്ടോ. അതായത് എന്തൊക്കെയോ മാറ്റിയിട്ടുണ്ട് ആശാൻ. ഇതൊക്കെ മാറ്റണം, ഈ സ്റ്റിയറിങ് മാറ്റണം, പിന്നെ ഈ ഡാഷ് ബോർഡുകൾ മാറ്റണം, ഈ സ്വിച്ച് മാറ്റണം, പിന്നെ അതേപോലെ തന്നെ അത് മാറ്റണം. ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. നല്ല ചേട്ടനാ കേട്ടോ, വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഇത് നമ്മൾ ഓൾറെഡി മാറ്റി. ഇതുണ്ട് ഈ വോക്കയുടെ സാധനം ഇട്ടു കേട്ടോ. നമ്മളങ്ങനെ ഇറ്റാലിയൻ ബ്രാൻഡായ ഈ വോക്കയുടെ സാധനം, ഇത് ഇറ്റാലിയും അശോക് ലൈലും കൂടെ കൊളാബ് വണ്ടിയാണ്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ സാധനം ഇട്ടു. ഇതുണ്ട് ഇവിടെ അതേ സാധനങ്ങളുണ്ട്. എന്താ കാട്ടി നോക്കുമ്പോൾ ഇതെന്താ ആശ്രയത്തിൻ്റെ ഇവിടെ എന്തോ സാധനം കൊടുത്താക്കുന്ന, കറണ്ട് കൊടുത്താക്കുന്ന. ഇതാണ് സ്ലോ സ്പീഡ്. ഇനി ബ്രേക്കിൻ്റെ വല്ലതായിരിക്കും. എൻജിൻ ബ്രേക്ക് സെറ്റ് ചെയ്യണം. എൻജിൻ ബ്രേക്ക് 4x4 വീണിട്ടില്ല. ഇതാണ് 4x4 ഓഫ്. ഡിഫ് പ്ലസ് ഡിഫ് ലോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഇതൊരെണ്ണം എക്സ്ട്രാ എടുക്കണം. എടാ ലിവിനെ ഇതൊരെണ്ണം കൊണ്ടുപോകാൻ ഓർക്കണേ ഇവിടുന്ന്. അതും പിന്നെ ഹീറ്ററിൻ്റെ സാധനം, പിന്നെ 4x4 ഒരു സാധനം ഓർക്കണേ. എന്തായാലും കൊണ്ടുപോകണം. എന്താ നിങ്ങൾ ഞങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർ കമന്റ് ഇങ്ങനെ കണ്ടാൽ RPM മീറ്റർ ഇല്ലടാ. ഇല്ല. എന്താ ചെയ്യ, RPM ഇല്ല വണ്ടിക്ക്. RPM ഇല്ലാത്തതാണോ അല്ലെങ്കിൽ കംപ്ലൈന്റ് ആണോ? കമ്പനിയായിട്ടില്ലെന്ന്. ഇല്ലേ? ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ രാവിലെ തന്നെ. എങ്ങനെയുണ്ട്? ഞാൻ എയർ എങ്ങനെ ഫ്രണ്ടോട് തള്ളി പോലെ ഫ്രണ്ട് നല്ല ഇത് ബൈക്ക് ഇരിക്കുക. ഹാൻഡ് ബ്രേക്കിലാ. ഹാൻഡ് ബ്രേക്കാണ്. ഹാൻഡ് ബ്രേക്കാ? ഉറപ്പല്ലേ? ഇത് ഇപ്പം ഇങ്ങനെ ഞെക്കിയ സ്റ്റാർട്ട് ആവില്ല. കീ ഇതേപോലെ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ബാറ്ററിയുടെ സിഗ്നൽ വന്നുണ്ടോ? കണ്ടോ? അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിവിടെ പ്രസ് ചെയ്യാം. എയർ ടാങ്ക് ഓക്കെ കേട്ടോ, ഏകദേശം കറക്റ്റാ. വലിയ എയർ ലീക്ക് ഇല്ല. 4x4 ചെയ്യണ്ടേ? 6 ഉണ്ടല്ലോ. ഇതെന്തിൻ്റെയാണോ ഈ സ്വിച്ച്? ഇത് ടെമ്പറേച്ചർ. ഇതാ ടെമ്പറേച്ചർ കേട്ടോ. അല്ല ഇതല്ലേ ടെമ്പറേച്ചർ? അത് തന്നെയാണെന്ന് തോന്നുന്നു ടെമ്പറേച്ചർ. ഗൈസ് ഇതാ ടെമ്പറേച്ചർ. ഇത് ടെമ്പറേച്ചർ. പിന്നെ ഇത് ബാറ്ററിയുടെ വോൾട്ട് ഓക്കെയാണ്. ഇത് 2 എയർ ടാങ്ക്. ഇതിൻ്റെ ഫ്രണ്ടിലെ ലൈറ്റൊക്കെ ഓൺ ആക്കുന്നത് കണ്ടോ? അല്ലല്ലോ, അതെ. ഇത് ലൈറ്റൊക്കെ ഓൺ ആക്കുന്ന സാധനം. പിന്നെ ഇതുണ്ട് ഡേ എന്ന് എഴുതിയാക്കുന്നുണ്ടോ? പിന്നെ അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഒന്നും വർക്കിംഗ് അല്ല കേട്ടോ. പിന്നെ ഇതെന്താണെന്നുള്ള പഠിക്കണം. ഇതെന്താ ഇതെന്താ അറിയില്ല. ഇത് ഫ്യൂവൽ ഫുള്ളാണ്. ഇത് ഫ്യൂവലിൻ്റെ ഇത് ഗേജ് റെഡിയാക്കണം. കുറച്ച് സാധനങ്ങൾ ശരിയാക്കാനുണ്ട് കേട്ടോ. ഇതൊക്കെ എന്നാണാവോ? ഇവിടെയൊക്കെ എന്തൊക്കെയോ സ്വിച്ചുകളുണ്ട്, ഒന്നും വർക്കിംഗ് അല്ല. ഇത് ഹെഡ് ലാമ്പ് കത്തിയൊന്നും നോക്കിക്കടാ. ഇല്ല. ഇത് 4 ഇൻഡിക്കേറ്റർ കേട്ടാ. ഇല്ല 4 ഇൻഡിക്കേറ്ററോ? ഇല്ല. 4 ഇൻഡിക്കേറ്ററിൻ്റെ ഈ സാധനം മിന്നുന്നുണ്ടോ? ഇതാണ് 4 ഇൻഡിക്കേറ്റർ. ഇത് ഇട്ടു, പക്ഷെ വർക്കാവുന്നില്ല കേട്ടോ. ഇപ്പം ഗിയറൊക്കെ പഴയ പോലെയല്ല, നല്ല സ്മൂത്താണ്. ഇതുണ്ടോ? ഇത് വർക്കാകുന്നതിൻ്റെ ഉദാഹരണം കേട്ടോ. നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ? ഞാൻ ബ്രേക്ക് കെട്ടുമ്പോൾ കണ്ടോ മീറ്റർ അണങ്ങുന്നുണ്ടോ? ടാങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ, നമ്മൾ എത്ര ഓടിയില്ലോ എന്നാലും കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. ഓടി ഒന്ന് തേഞ്ഞാലേ ഇത് റെഡി ആകത്തുള്ളൂ. ഇതുണ്ടോ? ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇത് 4th ഫിഫ്ത്ത് 6th. ഇതാണ് ഗിയർ. ഇതിൻ്റെ ഗിയർ ഉണ്ടോ? നടുക്ക് ന്യൂട്രൽ. ഞാൻ ഓഫാക്കി വെച്ചേക്കാം. എല്ലാം ഓഫാക്കട്ടെ കേട്ടോ. വണ്ടി തന്നെ അനങ്ങിയൊന്ന്. കാരണം മേക്രോ എന്ന് പറഞ്ഞല്ലേ ഇരിക്കുന്നത്. ഇത് കീയേ ഇങ്ങനെ എന്താങ്ങാനോ? ഇത് 3 or 4 ഇങ്ങനെ എന്താങ്ങാനോ? അതിന്റെ ഒന്നും ഒരു ഇതില്ല. ഇതിങ്ങനെ ഓഫ് ആവൂല മോനെ. ഇത് എന്നാ സംഭവം എന്നറിയോ? ഇത് കീയിട്ട് തിരിച്ചാലും ഓഫ് ആവൂല. ഇതാ വലിക്കുന്നത്. ഇവിടെ തന്നെ വെക്കണം. ജസ്റ്റ് അത് പുഷ് ചെയ്യുന്നുള്ളതിനെ. പുഷ് ചെയ്യുമ്പോൾ മറ്റേ സാധനം ഇതാവും. അപ്പൊ നമ്മുടെ പുഷ് സ്റ്റാർട്ടർ ഓൺ ആവും. പുഷ് സ്റ്റാർട്ട് ചെയ്തേ. ഇതിൻ്റെ അകത്ത് വെച്ചാൽ തന്നെ സ്റ്റാർട്ട്. ഇതുണ്ടോ? മീറ്റർ വർക്ക് ആവുന്നുണ്ടോ ഗൈസ്? ഇതുണ്ട്. അപ്പോൾ ഏത് സ്വിച്ച് ഓൺ ആണല്ലോ? അതായത് എല്ലാം ഓഫാക്കി കേട്ടോ. ലാസ്റ്റിന് ബാറ്ററി ചാർജ് ചെയ്യണം. അതിനും ഒക്കെ ഓടേണ്ടത്. ഇത് കണ്ടോ? ഈ അതിൻ്റെ അകത്ത് കൊള്ളാൻ നേരത്ത് കണ്ടോ എല്ലാം വർക്കാകുന്നത്? ഇത് കണ്ടോ? സംഭവം പിടിയിട്ട്. എന്നാ തപ്പം പോയതാടാ? ഞാനേ പുള്ളിയോട് ചോദിക്കട്ടെ. അതായത് ഇതിൻ്റെ എങ്ങനെ കാര്യങ്ങൾ, ഇതൊക്കെ ആരാ ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് ശക്തമായി ഇടപെടണം. ആരോട് ചോദിക്കാനാ? ഇപ്പം ശരിയാക്കിയ ഒരു 25-ാം തീയതി 26-ാം തീയതി ആകുമ്പോൾ ഇറങ്ങാം. പോവാം. ഡെൻഡർക്ക് ബോലോ मैं कितना टाइम पूछेगा कुछ नहीं. ഡെൻഡർക്ക് ബോലോ ഇതായിരിക്കും നമ്മളിതിൽ മാറ്റം വെക്കുന്നത്. ഈ സാധനം അല്ലേ? അല്ല ഇത് പുത്തമ്പോളമല്ലേ. ഇതിന് മറ്റേ അഡ്ജസ്റ്റ് ഒക്കെ ഉണ്ട്. ഇതാ എന്നാ ലൈറ്റ് ഒക്കെ അല്ലേ? B6 അടിപൊളി കേട്ടോ. RPM മീറ്ററും കൂടെ സെറ്റ് ചെയ്ത് തരുമായിരുന്നല്ലോ. മൈലേജ് നോക്കി ഓടിക്കാമായിരുന്നു. ഇപ്പം നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? കിതർ ജായേഗാ
बोलो किधर जाएगा? खत्म। ओ ये सीट है वो कौन रेडी करेगा? टेंडर है? ये डिस्को को बोलो सीट सूट ये लगाएंगे, आगे जाली भी यही लगाएंगे। हाँ पहले डेंटर का काम करा लो, शिक्षा डलवाओ इसका हाँ फ्रंट का, हाँ ठीक है। हाँ। बाकी जो पीछे हो आपका साइड टेंडर को वो आदमी नहीं पूछेगा, मैं क्या करेगा? डेंटर को बारी का जो भी है पीछे वाला शीशा शीशा इसको डलवाओ, सारा काम करवाओ इसका। डिस्को को बोलेगा? डिस्को नहीं, पहले शुभम को बोलो ना आप। हाँ शिवम को मैं ऑलरेडी बोलेगा। ओ सीറ്റ് सब कुछ है ആ നമുക്ക് വേണ്ട സാധനങ്ങൾ ഈ ഡിസ്കോയുടെ കാര്യങ്ങൾ പറയാം കേട്ടോ. അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ശുഭത്തിനോട് പറയാനേ പറയുള്ളൂ. ശുഭം പറഞ്ഞെന്ന് പറയാം. എന്ത് തീരുമാനമാക്ക്. ഓ ഇത് ഊരാനുള്ള പരിപാടിയായിരിക്കും. ഡിസ്കോ അവക്ക ഖതം ഹോ ഗയാ? आज नहीं खत्म होगा, कल खत्म होगा, परसों खत्म होगा, आज नहीं खत्म होगा, आज नहीं खत्म होगा। वो शिवम बोलेगा वो फ्रंट वाला सीट है वो मेरा गाड़ी के लिए डालने के लिए. साइड साइड ये नहीं है वो फ्रंट वाला रिकवरी के साइड डोर है. डोर है डोर हाँ ए डोर है यही है आएगा ये सीट वाला है उसका आवो बोला यार. ആവോ ആ ഈ പുള്ളിയാ ഞാൻ പറഞ്ഞു നമ്മൾ അതിൻ്റെ ആൾക്കാരെ കണ്ടുപിടിക്കണം. ആവോ ചാച്ചാ ഷാറു आप कितना का? 50 साल है. ഓ കണ്ടാ പറയൂല കേട്ടോ. 10-25 വയസ്സ്. इतना नहीं, इतना नहीं है ചാച്ചാ चाचा. ആവോ ചാച്ചാ. ഈ നിങ്ങൾ കാശ് കൊടുത്തിട്ട് നമ്മൾ ഈ ഇറക്കുന്ന കണ്ടുണ്ടോ? അതാണ് ഇത്. അതായത് ഇങ്ങനെയാണ് ഈ വണ്ടി മേഖലയിൽ അങ്ങനെയാട്ടോ. ഇപ്പം വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ എത്ര മുതലാളി എത്ര വലിയ ആളെന്ന് പറഞ്ഞാൽ പ്രകാശിൽ ചെന്നാലും ഒരേപോലെ കാണുള്ളൂ. ഇപ്പം വോൾവോ ചെന്നാലും ഏകദേശം ഒരേപോലെ തന്നെ. പിന്നെ അതല്ല നിങ്ങൾ വർക്ക്ഷോപ്പിൽ വണ്ടി പണിയാൻ കൊടുത്താലും അത് കറക്റ്റ് സമയത്ത് കിട്ടണമെന്നൊന്നും അതങ്ങനെ പുള്ളിനെ കൊണ്ട് സീറ്റ് അടിപ്പിക്കണം. അതിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ ബോഡി ഡെൻറ്റിങ് നമുക്കിനി സത്യം പറഞ്ഞാൽ ഡെൻറ്റിങ്ങിൻ്റെ പരിപാടി പിന്നെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. പിന്നെ സീറ്റുകളൊന്നും നോക്കുക, എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അപ്പോൾസ്റ്ററിക്കാരനെ കൊണ്ടുവരിക, അതൊന്ന് നോക്കുക. പിന്നെ സർദാർജിയുടെ കുറച്ച് പരിപാടി അത്രേ ഉള്ളൂ എടാ. നമുക്കിനി സീറ്റ് ഡെൻറ്റിങ് ഫോൺ എടുക്കണ്ടേ? അവർ പറഞ്ഞാലേ ഇവർ ചെയ്യുള്ളൂ. वो बिजली पंप पे एक ऑफिसर आया हुआ है. ഓഫീസർ ആയ हाँ आया हुआ है. ഇതിൻ്റെ ലാഭം എന്നാ നിങ്ങൾക്ക് മനസ്സിലായോ? എന്നാ കണ്ടോ 1 ലക്ഷം രൂപയ്ക്ക് പിടിക്കുന്ന സാധനത്തിൻ്റെ ഉള്ളിലെ സാധനം കണ്ടോ? പിച്ചള. ഓ ലൈലാൻഡ് ഇത് പിച്ചള വെച്ചാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ മക്കളെ? അതുപോലത്തെ എത്ര എണ്ണം കിട്ടുമെന്ന് അറിയാവോ? അതിൻ്റെ പിച്ചള വെച്ച് കമ്പനി ഇത് ഉണ്ടാക്കാൻ കാരണം സാധനം ലൈഫ് കിട്ടാൻ വേണ്ടി. മറ്റാകുമ്പോൾ ഇത്ര ലൈഫ് കിട്ടൂല. കണ്ടോ ഇതൊക്കെ ഇങ്ങനെ ഉരുക്കി പല സ്ഥലത്തോട്ട് പോകും. അതിൻ്റെ അകത്തൊക്കെ ഇരിപ്പുണ്ട് കണ്ടോ. ഇതൊക്കെ വമ്പം പരിപാടികളാണ്. നമ്മൾ വിചാരിക്കുന്ന പരിപാടിയല്ല. പണ്ടൊക്കെ കുറെ സ്വർണ്ണത്തിന് വിലക്കുറവുള്ള സമയമില്ലേ? പണ്ട് കാലത്തൊക്കെ സ്ക്രാപ്പ് കച്ചവടക്കാർ, അതുപോലെ തന്നെ ഇങ്ങനെ പൊളിക്കൽ ടീം, ഇതിലും പൈസ ഉണ്ടാക്കുന്ന ടീമുണ്ട് ഗുജറാത്തിൽ. എന്താണെന്നറിയാവോ? നമുക്ക് അവിടെ പോയല്ലോടാ കപ്പൽ പൊളിക്കുന്നിടത്ത് പോവാ. വീട്ടിലേക്ക് ഇഷ്ടം പോലെ സാധനം മേടിക്കാൻ പറ്റും. പക്ഷെ അവിടുന്ന് സൂക്ഷിച്ച് വാങ്ങണം. അതായത് നല്ല സാധനം വാങ്ങണം. പിന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റൂല. അവിടെ കുറെ പേരെടുത്ത് കുടുക്കിയിട്ടുണ്ട്. പൊളിക്കുന്നത് പോവാം. ബോട്ട് മേടിച്ചാലോ? ബോട്ട് 10-15,000 രൂപയ്ക്കൊക്കെ ബോട്ട് കിട്ടുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ വെള്ളത്തിന്റെ അടിയിലോട്ട് പോകും, മേലോട്ട് വരില്ല. ഓട്ടോളിലായിരിക്കും 15,000 രൂപ കിട്ടുന്നത്. ഗൈസ് അപ്പം നമുക്ക് അങ്ങനെയാണ് കാര്യങ്ങൾ. ഞങ്ങളൊരു മറ്റേ സാധനം മേടിച്ചേട്ടാ. അത് വരണേന്ന് എന്നാ ചേതക്ക് മേടിച്ചു. ഒരുത്തനോട് അഡ്വാൻസ് ചെയ്തു. ബൈ ഗൈസ് 8,000 രൂപയ്ക്ക്. അവനോട് ഭയങ്കര സന്തോഷമാണ് നമുക്ക് സാധനം തന്നതിൽ. വെരി വെരി സന്തോഷം. എന്തായാലും ഇവിടുത്തെ മറ്റേ ബ്ലൂ സ്റ്റാറിൻ്റെ ഇത് വെറുതെ കിട്ടിയതാട്ടോ. ഇതൊന്നും ഇവർ മേടിച്ചല്ല കാശ് കൊടുത്ത്. ഇതൊക്കെ ആർമിയിൽ നിന്ന് തൂക്കി വിറ്റ് ഇവർ ശരിയാക്കി എടുത്തു. അങ്ങനെ കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ശരിയായി കാണും അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രിഡ്ജ് വന്ന് പതിനൊന്ന് ഉറച്ച് എലി. ശിവം നെയ്യേ ആ സിസ്റ്റർ ഗൈസ് ശിവം വരാൻ വേണ്ടി നമ്മളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വണ്ടിയുടെ പണിയൊന്നും ആയിട്ടില്ല. ഡെൻഡറും അവരും ഇതൊക്കെ വരണം ഗൈസ്. എന്നിട്ട് വേണം ആ ബോഡിയുടെ കാര്യം തീരുമാനമാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ബോഡി ആദ്യം നേരെ ആണെങ്കിൽ മാത്രം ബോഡി വെക്കുക. ഇല്ലേ മറ്റേ ചേഞ്ച് ചെയ്ത് സീറ്റ് നാട്ടിൽ നിന്ന് മേടിക്കാം കേട്ടോ. ഏതാ ഈ സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാം. AC ഞാൻ ചിലപ്പം വേണ്ടാന്ന് വെക്കും, നമ്മൾ വിചാരിച്ച രീതിയിൽ നടന്നില്ലെങ്കിൽ. കാരണം മുമ്പിൽ സംഭവിക്കാൻ പാടില്ല. പക്ഷെ നാട്ടിൽ ഭയങ്കര പൈസ, ഇവിടെ പൈസ കുറവ്. നോക്കട്ടെ എങ്ങനെയാണെന്നുള്ള ലാസ്റ്റ് തീരുമാനിക്കാം. 40,000 രൂപ കിട്ടുവാണെങ്കിൽ ഇവിടെ 40-45 ഒക്കെ കുഴപ്പമില്ല. ഇവിടെ കിട്ടുവാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് പോകുന്നുണ്ട്. നാട്ടിൽ 70,000 രൂപ പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ശരിക്കും മൈക്രോ ബസ്സിന് 15,000 രൂപയേ ഉള്ളൂ. യൂണിറ്റ് 15,000 രൂപ. ये पूरा नहीं चाहिए डिस्को, मेरे को पूरा नहीं चाहिए, ये वाला चाहिए.
ये ठीक है। इधर देखो, 1 मिनट आओ, 1 मिनट में अच्छा देखेगा. सरदार जी का नाम बोलो. सुखविंदर सिंह. ആ സുഖ്വിന്ദർ സിംഗ്. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഒരു ക്വാർട്ടറും കൂടെ എടുക്കാൻ പോവാണ്. 120 രൂപയുടെ ഒരു റം വേന, റം ചായന, റം റം रम पी के मिट जाएगा हम. എന്നോട് ചോദിക്കാടാ, ഇന്ന് എനിക്ക് അടിക്കാനില്ല, 120 രൂപ തരാം. ഓക്കെ, 120, 120. 120 അടിച്ചാൽ മതി. അത് അടിച്ചു പറഞ്ഞാൽ കാറിലൊക്കെ പോകും കേട്ടോ, ഉറപ്പുള്ള കേസാണ്. ഇസ്കോനെ വരുന്നു, ഇസ്കോ വരുന്നുണ്ട് കേട്ടോ. ആ ഡോർ അതുപോലെ പുറത്തിറക്കണം. हाँ, उधर से स्टार्ट करेगा वो. हाँ वो उधर में स्टार्ट करेगा. उधर में स्टार्ट करेगा. सीट चक्कर लेके चलेंगे. क्या चक्कर लेके चलेंगे. चक्कर. चक्कर चेक करने के लिए. ചെക്കിങ്. ഇത് എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഞാൻ ക്വാർട്ടർ കൊടുക്കൂല എന്ന് പറഞ്ഞു. അതാണ് അവൻ്റെ വിഷമം. നമ്മൾ നിനക്ക് ഒരു സാധനം ഇല്ലെന്ന് പറഞ്ഞു. നീ മുതലാളി ഇനി ഒരു സാധനമില്ല, നീ മുതലാളി എടുത്ത് മേടിച്ചോളാം. ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതെന്ന് പറഞ്ഞു. അവൻ തരാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അപ്പം ഇപ്പം എനിച്ചിരി വിഷമായി, സന്തോഷക്കുറവുണ്ട് ചെറിയ. എല്ലാവർക്കും ദുഃഖമുണ്ട്. അതെ, എല്ലാവർക്കും നമ്മൾ സാധനം പിന്നെ കാശ് കൊടുത്ത് വണ്ടി മേടിച്ചിട്ട് അവന് ക്വാർട്ടർ കൂടെ മേടിച്ചു കൊടുക്കാൻ കുറ്റമുണ്ട്. മറ്റേൻ്റെ സ്റ്റിയറിംഗ് എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ മറ്റേ എന്നാ അതിന് ഊര് വേണ്ട വേണ്ട, ഇതൊന്നും കുഴപ്പമില്ല, ഇത് നല്ല സ്റ്റിയറിംഗാ. എടാ അതും മോശമൊന്നും ഇല്ലടാ. അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ മേളിൽ പോയി നോക്കട്ടെ എങ്ങനെയുണ്ടോ. അല്ല പെട്ടെന്ന് പറ, അവന് ഊരുന്നതിന് പിന്നെ. ഇത് കൊള്ളൂല, നമ്മൾ അടുത്ത് വെക്കാം. അങ്ങനെ പറഞ്ഞാൽ ഒരു സമ്മതിക്കൂല കേട്ടോ. അല്ലേ അച്ഛനാ അവൻ അങ്ങനെ പറയുള്ളൂ, എനിക്കറിയാതെ. ആ ഇലക്ട്രീഷ്യനോട് ഇതിൻ്റെ സ്വിച്ചുകൾ ഇടാനാണ് പറഞ്ഞത്. അവൻ പൊട്ടിച്ച് വെച്ചല്ല. ഏത് ഇതോ? ആ സ്വിച്ച് നീ എടുത്ത് വെച്ചാലേ. 4x4 സാധനം കുറച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി തപ്പലുണ്ട് കേട്ടോ. लाख ला लेंगे. लाख इधर. ओए लुआना ने बात शीशा ही पहना बड़ा को पहना. आहो ये खोल लीजिए मतलब. അവിടെ ഇത് തുരുമ്പാടാ. ഏതാ ആ ഡോറ് വേണ്ടല്ലേ? അപ്പർ സൈഡ് പുറത്ത് കഴിക്കാം. ഡോറ് പുറത്ത് കഴിക്കാം. ഭയ്യ ഏ ഡോർ नहीं चाहिए. ബാർ പേ रहने दे बाहर वाला तो संडे ये लेके बता गया उसको. ഏതാ നീ ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇത് കൊള്ളാൻ തോന്നലടാ ഇതിനെ. ഏ खुलेगा, ए ओपन करेगा, ये अच्छा नहीं है देखने के लिए. ഓപ്പൺ ये पूरा देखो. ഏ കച്ചറായി. പിന്നെ ഇത് തുറന്നു കിടന്ന വണ്ടി ഇത് വേണ്ട. അതെന്നോട് പറഞ്ഞു വാ വാ വണ്ടി വാ ആവോ ഉരിക്കട്ടെ. വാ കാണിച്ചു കൊടുക്ക്. मेरे को चाहिए. പൊട്ടിച്ചു കളയല്ലേ, നീ പോയി നോക്കടാ ഡോറ്. എനിക്ക് അറിയത്തില്ല, നീ കണ്ട വണ്ടി ഇത് പൊട്ടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയി. അതവൻ ചെയ്തോളും. പൊട്ടിക്കൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നീ അവിടെ ഇരുന്നിട്ടൊരു കാര്യമില്ല, അവൻ പൊട്ടിക്കണ്ടാണ് പൊട്ടിക്കുമ്പോ. വാ, ये चाहिए. चाहिए निकल नहीं रहा ना, टूट ना जाए. तो भैया ये अच्छा है ना, देखो एक बार. എന്നാ പൊട്ടിച്ചാ? ये मुश्किल है ना, उधर एक ही गाड़ी है उसमें. ആ പൊട്ടിച്ചു. പൊട്ടിച്ച് കളയല്ലേ. हाँ एक अच्छा मिलेगा और ठीक है, दे दो. ओह भाग्य. लैलैंड सोग लैलैंड. आपको पता नहीं है लैलैंड का केरला में ज़्यादा है. ज्यादा कीमत. टाटा नहीं, ये टाटा नहीं, ये बेंस का है, बेंस. उधर चलता है लेलैंड है. हाँ, पूरा आदमी के ये चाहिए. नहीं ये प्रॉब्लम. हाँ, ड्राइवर नहीं आएगा. हाँ ओफ भैया, एक स्पानर में करो. ये अच्छा वाला स्पानर. इधर क्वाड़िये में धक्का चलता है. എന്താ ദൈവം, അടിക്കുന്ന അടി കണ്ടിട്ട് ഹൃദയം തകരുവാട്ടെ. അല്ല ഡോറ് അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ട് കാര്യമില്ല. എന്താ പറയുന്നത്, ഈ മുടക്കുന്നവന് അതിൻ്റെ തെണ്ണം മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ സിനിമാ മേഖലയിലൊക്കെ ഉള്ള ഏറ്റവും വലിയ വിഷയം അതാണ്. പ്രൊഡ്യൂസറിന് ലാസ്റ്റ് സിനിമ ഉണ്ടെങ്കിൽ കഴിഞ്ഞ് ഒരു വില ഉണ്ടാവില്ല. വേടാ ഇവിടുന്ന് മാറാതിരിക്കണോ? സ്റ്റീറിംഗ് മാറ്റോ? ഏയ് അതെനിക്ക് കണ്ടറിയാം. കണ്ടറിയത്തില്ല. ഇല്ല ഇനിയും മാറ്റിക്കും. ബാ ബാ ആവോയെ ആവോ ചാച്ചാ. पहले वो वाला खोल लेते हैं गाड़ी का. आओ आओ मैं दिएगा अच्छा वाला. ഓ ലൈലാൻഡ് का स्टीयरिंग का कवर है. ഇതില്ലാതെ നമ്മൾ പെട്ടാനെ. ഇതെന്തായാലും കിട്ടിയല്ലോ. ഇനി നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായി. എല്ലാം ഉണർന്ന് പ്രവർത്തിച്ച് എല്ലാ സാധനങ്ങളും മാറ്റിക്കണം. അങ്ങനെ മാറ്റിച്ച് നമുക്കൊരു 3-4 ദിവസം കൊണ്ട് ഇവിടുന്ന് പോകണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി. അതായത് വണ്ടി വീണ്ടും ഇവിടെ കിടന്ന് അടുത്ത ആൾക്കാർ വന്ന് അടുത്ത സാധനം ഉരുക്കൊണ്ട് പോകുന്നതിനപ്പുറം ഉള്ളത് നല്ലത് കിട്ടുന്ന വെച്ച് വണ്ടി ഇല്ല ഇവിടെ. നിങ്ങൾ വരാൻ നേരത്ത് വണ്ടി ഉള്ളപ്പം പാട്ടാ. ഇപ്പൊ വന്നിട്ട് കാര്യമൊന്നുമില്ല. ആ ഒരു എടുക്കാൻ വരുന്നവർ ഒരു വണ്ടി ഉള്ള അതിന്റെ നല്ല സാധനം മൊത്തം ഞങ്ങൾ ഊരിയെടുത്തു. അതെ, സത്യസന്ധമായ ഇവിടെയുള്ള നല്ല സാധനമൊക്കെ ഞങ്ങൾ എടുത്തു. എന്നിട്ട് ഇപ്പൊ ആ വണ്ടി നിൽക്കുന്നത് എല്ലാം ഇന്ന് എത്ര ക്വാർട്ടർ വീഴും? ക്വാർട്ടറല്ല, ഒരു അര മേടിച്ചു കൊടുത്തു എല്ലാവരും കൂടെ. അവർ തമ്മിൽ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരിക്കുന്നു. എനിക്ക് കുറച്ച് കിട്ടി കൂടുതൽ കിട്ടി, കുറച്ച് കിട്ടി കൂടുതൽ കിട്ടി. സാധനം എടുക്കട്ടെ കേട്ടോ. ഡെൻഡറുള്ളൂ കേട്ടോ. ഡെൻഡറിനോട് കാര്യം പറഞ്ഞാൽ ആ ഫ്രണ്ട് ശരിയാവും ഇല്ലയോ നോക്കണം. എൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ആർമി വല്ല വണ്ടി കാര്യം ഇതിൽ പോയില്ലല്ലോടാ. ടെട്രാ അതിന്റെ ഗ്ലാസ് തീരാക്കേണ്ടി വന്നു. ഓ ഫുൾ അലമ്പാട്ടോ. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം പണ്ട് ആകാശവാണിയിലൊക്കെ ഉള്ള ഈ പാട്ട് വെക്കണമെന്നൊക്കെ വിളിച്ചു പറയുന്നത് ഇതാ
ഇവരുടെ വീഡിയോ ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. രണ്ടരമാരാ ക്യാ ബോലേഗാ? എന്താ പുള്ളിക്ക് ഒരു ക്വാർട്ടറിന്റെ പവറായി കാണും നിങ്ങൾ. ഇതൊക്കെ ക്വാർട്ടർ പവർ. നേരം വരെ ഒരു മനുഷ്യൻ നിൽക്കൂലായിരുന്നു, ഇപ്പം ക്വാർട്ടർ മേടിച്ചോട്ട് പൈസ കൊടുത്തപ്പോൾ അത്ര പവർ ഇല്ല ഇവിടെ. ക്വാർട്ടർ പവർ, ക്വാർട്ടർ പവർ. वो नहीं है नहीं आओ भैया, ആവോ വയ്യ. थोड़ा काम है, ज्यादा काम नहीं है। है. आओ, आ जाएगा आएगा आपको मैं इधर वेट करेगा. नहीं आएगा ना पकड़ के लाएंगे अभी खींच के लाएंगे ദൈവമേ ഈ ഗതി, എൻ്റെ ദൈവമേ ഈ ഗതി. ഈയിടെ യൂറോപ്പിൽ നിന്ന് നിങ്ങൾ ആലോചിക്കണം, അത്രയും വലിയ യാത്ര നടത്തിയിട്ട് കുരഞ്ഞു കുത്തി, അതും മൊത്തം വണ്ടിപ്പണിയായിരുന്നു. സ്ഥലം കാണാൻ വേണ്ടി പോയതാ, പക്ഷെ നടന്ന മൊത്തം വർക്ക്ഷോപ്പ് കാണില്ല. ഏതാ കാണിച്ചെടുക്ക്. आओ आओ मैं देखेगा मेरे को क्या क्या चाहिए. चाचा हाँ जी। इवनिंग आपको एक क्वार्टर मैं क्वार्टर नहीं पीते हम आप दिएगा. नहीं पीते नहीं हम वो पीते नहीं. ना। आपको क्या चाहिए? बीड़ी चाहिए? बीड़ी बूढ़ी पी लेते हम लोग वो पैसा चाहिए? पैसा ठीक है പൈസ दिएगा. ആവോ ഒരു 25 രൂപ വിളി കൊടുത്തരട്ടോ. ആവോ ഗൈസ്, എന്ത് ചെയ്യുമെന്ന് പറ, ആരോട് പറയാനാ. ഇതാണ് സത്യം പറഞ്ഞാൽ ഞാൻ മോഹൻലാലിൻ്റെ ഒരു പടം ഉണ്ടല്ലോ, ബസ് മേടിച്ചേ. ठीक है बोल दे ഇപ്പൊ നമ്മൾ അവിടെ കിടക്കുന്ന ഒരു ഡോറാട്ടോടാ. आप है ना ഏ നെയ്യേ ആവോ ആവോ मैं बोलेगा इधर आओ. ये देखो खराब है हाँ 1 मिनट इधर आओ चाचा. ये 2 सीट चाहिए. സീറ്റ് സീറ്റ് ये 2 सीट ठीक है ठीक है. हाँ हाँ ये 2 सीट मेरे को चाहिए. हाँ हाँ और ठीक है ठीक है. हाँ ഇലക്ട്രീഷ്യനോട് ഇത് ഫിറ്റ് ചെയ്യാനാ പറയണ്ടേ. അവനോട് ഇത് ഊരാൻ പറ. ഏതാ? നിക്കാലോ. ये दोनों ये आज इलेक्ट्रिशियन बंदा करेगा. हाँ लक्ष्य इलेक्ट्रिशियन बोल करेगा. देगा വേറെ ഡോർ നോക്കിയേ. ഇത് വാങ്ങ. हैं? ഈ ഡോർ എങ്ങനെ? कौन सा वाला डोर अच्छा है? इसका अच्छा है. അത് പോയി നോക്കി. തമ്മിപ്പം തൊമ്മനുള്ളതാണല്ലോടെ നല്ല. അല്ലല്ല ഇപ്പുറത്തെ സൈഡ് പോയതാ. हाँ ये ठीक है. ठीक है उसे ആ വണ്ടിയുടെ നോക്കിയാലോ. ഏതാടാ? അപ്പുറം കിടക്കുന്നേ. सही है ഇത് കുഴപ്പമില്ല. ठीक है सही है ഇത് കുഴപ്പമില്ല കേട്ടോ. മേലെ കൂടെ നോക്കണേ. ये इधर का भी तो हाँ ഇതിനേക്കാൾ നല്ല അതാ തോന്നുന്നത്. അതും കൂടെ പോയി നോക്കിയാലോ. एक बार ये देखेगा. വണ്ടി വെക്ക. ഞാൻ ട്രാഫിക് പോലീസൊന്നും അല്ല കേട്ടോ ഇങ്ങനെ കൈ കാണിക്കാൻ. അത് നിങ്ങൾക്ക് പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ മനസ്സിലാവും. അതാ ഇച്ചിരി നല്ലത് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ നിങ്ങളെ ഞാൻ ജീവിതം പഠിപ്പിക്കാൻ വേണ്ടി കേട്ടേക്കാം. ചെയ്യുന്ന ബ്ലോഗുകളാണ്. അങ്ങനെ നിങ്ങൾ പഠിച്ച് മെല്ലെ മെല്ലെ അങ്ങോട്ട് പോട്ടാ. നോക്കണേ. എടാ ചതുപ്പാണേ. അത് ഞാൻ നോക്കിയത്. ശിവനെ ആ ഇതും കുഴപ്പമില്ല. हाँ ये भी ठीक है ना. ठीक है. हाँ ये 2 ठीक है. रुको. इसमें सब कुछ है, लॉक है, सब कुछ है. ഇവരെ തിരിക്കുന്ന സാധനം എല്ലാം ഉണ്ട് അതിന്. അപ്പുറം എങ്ങനെയുണ്ട്? ഇപ്പുറം കൂടെ ചെക്ക് ചെയ്തേ. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉള്ള നല്ല സാധനം. അടുത്താലോ. ആ ഫ്രണ്ടിലത്തെ സാധനം അതും എടുക്കാം അല്ലേ. ये चाहिए. पल्ला भी नहीं है पल्ला भी कतर निकाल देंगे ठीक है. ये चाहिए. ये भी निकल जाएगा हाँ ठीक है. ठीक है ये चाहिए. हाँ जी इसका वो नहीं है ना फिर ഓ വൈപ്പർ വൈപ്പർ. ये वाइपर वाइपर उड़ा चाहिए. वाइपर था उधर खुला होगा अच्छा ये ഗ്ലാസ് നല്ല വണ്ടി കേട്ടോടാ. ഇതിന്റെ സീറ്റും അടിപൊളി സീറ്റ് കേട്ടോ. അന്ന് ഇതിന്റെ സീറ്റ് വരാൻ പറ. ഗ്ലാസ് പോയതാ. ഏതാ? ഓ ഇതിന്റെ എല്ലാം നല്ല. അപ്പൊ ഇതിന്റെ സീറ്റ് വരാൻ പറയാ ഇവരെ. ഇതിന്റെ ഇത് നല്ല സീറ്റ് നല്ലതാണോ? ആ ചാച്ചാ അല്ല അതാ നല്ല. ഏ ചായ ഓ ചായ क्या सीट ये वाला लेना वो वाला है ना. नहीं वो ये वो ठीक है हाँ ये डोर है ठीक है. എടാ നമുക്ക് ജയിക്കോയിൽ പോയിട്ടെ ഈ സാധനം हाँ ഇത് ये ठीक है ठीक है ഇതിന് എന്തൊക്കെയാ പോയി അതൊക്കെ മേടിക്കണം. മനസ്സിലായോ? ഇതിന്റെ ഡോർ അടിപൊളി ओ ഡോറാണ്. ठीक है ठीक है ना. ओ बढ़िया बढ़िया ഓ ദോ നിക്കാലോ. ठीक है ठीक है. दो
शीशा पल्ला और लगाएंगे ये खराब है ए खराब है ना हाँ, ये इसके साथ का नहीं है ना इधर हाँ प्लेट नहीं है ये ठीक है हाँ ये यानी उसमें खुली पड़ी है देखो देख बार ആശാൻ ഊരായിരിക്കാനുള്ള തന്ത്രം. ലൈലാൻഡിൻ്റെ ലോഗോയുടെ അടിയിലുള്ള മറ്റേ സുനയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അതായത് ഈ കാണുന്ന സാധനത്തിൽ ഇവൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ 3mm സ്റ്റിക്കർ മേടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ കാണുന്ന ലൈലാൻഡിൻ്റെ അകത്തിട്ട് अच्छा रेडी है थैंक यू मैं आएगा कल और नेक्स्ट डे मेरा काम खत्म हो गया ठीक है अंदर आएगा अब अंदर काम करेगा शाम तक आएंगे पापा ठीक है भैया अपॉल्सरी कौन सा इधर ही है अपॉल्सरी अपॉल्सरी सीट वाला अपॉल्सरी वाला उधर ही है ना അവനൊന്ന് പോയി കണ്ടിട്ട് വരാം. ഒരുത്തനെ ഒരു വിധത്തിൽ ഞാൻ ഇവനും പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ഇനി അവനെ കൊണ്ട് വേണം ആ കാര്യം ശരിയാക്കാൻ. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ ഓ പൈസ ഉണ്ട് എല്ലാ കാര്യങ്ങളും, ചില കാര്യങ്ങൾ പൈസ ഉണ്ടായിട്ടും കാര്യമില്ല കേട്ടോ, അല്ലേ ഇവനെ ഈ യോഗം കൂടെ വേണം. ചില യോഗം വേണം. ചിലർ എന്തിട്ടാലും നല്ലതായിരിക്കും, ചില എന്തിട്ടാലും മോശമായിരിക്കും. ഈ ഡോർ ചിലത് മറ്റേ ഡോർ നല്ല വെയിറ്റാ. അതാ ഞാൻ പറഞ്ഞ എടുക്കാന്ന് പറഞ്ഞു, നല്ല വെയിറ്റ്. എനിക്ക് നീ പറഞ്ഞല്ലേ പഴയ വണ്ടിക്ക് വെയിറ്റ് കൂടുതലാണെന്ന് തോന്നുന്നത്. മറ്റേ വെറും നാര് പോലെ പാട്ടേ അത്. നമ്മൾ ബോഡി തന്നെ ഇവിടെ ഇവനെ ആ ബാക്കിയുള്ള സാധനം കൂടെ എടുക്കണ്ടേ. ഈ ബോഡി തന്നെ ശേഷം വണ്ടിയുടെ സാധനങ്ങൾ ഓരോന്നായിട്ട് ഊരുവാണ്. ഒരാൾ ഇവിടെ നമ്മുടെ ഇത് ഊരുന്നു, അതായത് ഈ കാണുന്ന ഡോറ്. മറ്റേത് ഇതുമായിട്ട് ഇതാ നല്ലത് കേട്ടോ. അല്ലല്ലോ ഇതിനെ നിക്കാലക്ക ഓ സ്ട്രേറ്റ് കരേगा എന്നുവെച്ചാൽ പറ്റൂലെന്നോ ഇവൻ പറയുന്നത് ആവൂലാന്ന്. പെട്ടില്ലേ, വലിക്കാൻ പറ്റൂലെന്ന് ഞാൻ പറയുന്നത്. ഇപ്പം ക്യാബിൻ മാറ്റേണ്ടി വരും. പഴയ ക്യാബിനായിരുന്നു നല്ലത്. जाएगा रुको एक वो भैया भैया वो मैं डेंडर के पास कॉल करे क्या बोलेगा क्या बोलेगा काम करवा लो उसके बाद देते हैं उधर कौन से दुकान में आपका वो करे ना दूसरा क्या करेगा है കട്ടിങ് കരേगा കട്ട് ചെയ്യണമെന്ന് പറയുന്നത്. കട്ട് ചെയ്ത് ഫ്രണ്ടല്ലേ, വലിയ കുഴപ്പമില്ല. ബോറ് വരുമോ? അത് താത്തും ചെയ്യണം ശീശ ഇടുന്നതിന് ഫ്രണ്ട്. ആണോ? മറ്റേ ബോഡി എത്ര നിൻ്റെ അഭിപ്രായം എന്നാ? ബോഡി എല്ലാം ഒന്ന് തന്നെയാ. ബോഡി എല്ലാം ഒന്ന് തന്നെയാ, പഴയത് പുതിയൊന്നുമില്ല. ഇത് ഗോൾഡൻ ഗിഫ്റ്റ് ആയനെ. ഇതിൻ്റെ ഡോറെല്ലാം പ്രശ്നമാണ്. അത് നീ കണ്ടില്ലേടാ, വെള്ളം നനഞ്ഞ വണ്ടിയാ. ഇല്ല ഇത് വെള്ളം കയറി കിടന്ന വണ്ടി കേട്ടോ. ഇതിൻ്റെ വേണം എടാ ഇത് കൂട്ടേ, ഇത് കൂട്ടി സാധനം മറ്റേൻ്റെ ഇത് നല്ല, അത് എവിടെയാണ് നല്ല വെള്ളം അത് നോക്കി എടുക്കണം. ഇതിന്റെ എഞ്ചിൻ ഇവിടുന്ന് കാണാം, കണ്ടോ? അത് താന്ന് കിടക്കുന്നുണ്ട്, നമ്മുടെ വണ്ടി പൊങ്ങി കിടക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇത് നോക്കി എഞ്ചിൻ കാണൂല. ഇത് നമ്മൾ കണ്ടില്ല, ഈ ഡോറ് പൊട്ടിയിരിക്കുവായിരുന്നു. ഇത് എവിടെയായിരുന്നു? അതിൻ്റെ അങ്ങേത്തല്ല, ഇതൊക്കെ പോയിരിക്കുമായിരുന്നു കേട്ടോ. ഷോ ഇതിപ്പം ഗിഫ്റ്റ് ആയതിനെ മേലെ കണ്ടോ, ഇത് നമ്പർ 1 ഗിഫ്റ്റ് ആയി പോയനെ കേട്ടോ. എന്തോ ദൈവാനുഗ്രഹം കണ്ടതല്ലേ. ഇത് ഉരിച്ച് കഴിഞ്ഞാൽ അവരുടെ തെറിയും കേൾക്കണ്ട വന്നാനെ. ഒരു കഴിഞ്ഞാൽ ഇനി മാറ്റത്തില്ല. അതവരെ 1-2 വട്ടം പോയി നോക്കണമെന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും. അവർ കഴിക്കാൻ പോയി എല്ലാവരും പോയില്ലേ? അങ്ങനെ കറക്റ്റ് അവരവരുടെ ഡ്യൂട്ടി സമയം കറക്റ്റാണ്. 10 മിനിറ്റ് റെസ്റ്റും അതങ്ങനെ തന്നെ കേട്ടോ ഇവിടെ. അത് കഴിഞ്ഞ് ബാക്കി നമ്മുടെ ചെയ്തുതരാന്ന് പറഞ്ഞാൽ ലൈലാൻഡിൻ്റെ സാധനമൊക്കെ വെച്ച് സ്റ്റിയറിംഗ് വെച്ച് ഇനി സീറ്റ് മാറി ഇനി അപ്പോൾസർക്കാരനൊന്ന് കാണാം. അല്ല നമുക്ക് പുറത്തോണ്ട് വണ്ടി വെച്ചോണ്ട് ഇപ്പോൾ മറ്റേ പരിപാടി ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഏതാ? മറ്റേ ഇത് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ടയറിൻ്റെ വില അന്വേഷിക്കാൻ പോകട്ടോ. വില അന്വേഷിച്ചിട്ട് വരാം. അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾസർക്കാരനെ പോകുന്ന വഴിക്കൊന്ന് കാണണം. എന്നിട്ട് പുള്ളിയും കണ്ട് നേരെ ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഏതാ വലുതല്ലേ ഉദ്ദേശിക്കുന്നത്? ഏതാ വലിയ അല്ലേ? വലിയ ടയർ. ടയറിന് എത്രയാണെന്നുള്ളത് എൻ്റെ ഇഞ്ച് എത്രയായിരുന്നു? ഇഞ്ച് വലിയ വലുത് ബലൂൺ പോലത്തെ ടയറല്ലേ? ഒരെണ്ണത്തിന് എത്രയാണെന്ന് ചോദിക്കാം അല്ലേ? അത് ഇച്ചിരി വലിയ ഷോപ്പാണ്, ഇവരുടെ വലിയ ഷോപ്പാണ്. പക്ഷേ എല്ലായിടത്തും ഡീലിങ്സ് നടക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ പോയില്ലേ? എന്താണ്ടാ മോനെ വണ്ടി, എന്താ ലുക്ക്. പൊക്കോ ഒന്നുമില്ല കേട്ടോ, അത് വേറെ പ്രത്യേകം എടുത്തു പറയാം. പൊക്കോ ഹൈറ്റോ അങ്ങനെയൊന്നുമില്ല, ഒരു ക്രൂരൽ ലുക്കുള്ളൊരു സാധനം. പണ്ടുണ്ടാക്കിയതല്ലേ 86-ൽ, നമ്മളൊന്നും ജനിച്ചിട്ടില്ല. നമ്മുടെ അപ്പനൊക്കെ ജനിച്ച സമയത്ത് ആർമിക്കാരാണ്. നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർക്ക് പറ്റിയൊരു പരിപാടിയാണ്. അതായത് നമുക്ക് ഭക്ഷണം ഉണ്ടല്ലോ ഇതേപോലെ ഒരു വണ്ടിയിലാക്കിയിട്ട് കഞ്ഞിയോ ചോറോ ഹോട്ടൽ റെന്റ് നമുക്ക് ഒഴിവാക്കി കൊടുക്കാം. അതല്ല കൊടുത്താൽ മതി. ഇതേപോലെ കഞ്ഞി വിഷയം ഉണ്ടാവില്ല. എടുത്ത് മാറ്റാൻ പറയുമ്പോൾ എടുത്ത് മാറ്റത്തില്ലേ? ബൈക്കിൽ ഒരു 10 സ്റ്റൂളും കൊണ്ടുവരിക, അത് സ്റ്റൂളായിരുന്നു കഴിച്ചുള്ളൂ. കഞ്ഞി, ഡിസ്പോസിബിൾ പ്ലേറ്റിൽ കഞ്ഞി, പിന്നെ അതേപോലെ എന്താ പൊന്നെ ഡൽഹിയിൽ നിന്ന് വരുന്നതാണല്ലോടാ. ഏതവനാടാ ഏതോ വലിയ കൊണ്ടാണ്ടാ കേട്ടോ. ഓട്ടേക്ക് പോവാ. അതായത് ഞാൻ പറയാൻ വേണ്ടി മറന്നു പോയത്, ഞാൻ പറഞ്ഞു വന്ന കാര്യം മൊത്തം പോയി. ആ വണ്ടി നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു സംഭവമാണ്. എന്നാന്ന് പറയാം അതിനകത്ത് കണ്ടുപിടിക്കേണ്ടത്. അതായത്
നമ്മളൊരു ഹോട്ടൽ തുടങ്ങാൻ സാമ്പത്തികം ഇല്ലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇനീഷ്യൽ ഫണ്ട് എടുക്കില്ല, ഒരു ചെറിയ ബൈക്കിൻ്റെ അകത്ത് ഒരു സെറ്റപ്പ് ആക്കിയിട്ട് കഞ്ഞിയുടെ പരിപാടി, പയറ് കഞ്ഞി, അങ്ങനെ പല കഞ്ഞികൾ, ചോറ്, ഒരു കുച്ചിക്കൽ ചോറ് എല്ലാം സെപ്പറേറ്റ് വെക്കും. അപ്പോൾ പയറ് കഞ്ഞി വേണ്ട, ആ കഞ്ഞിനകത്ത് പയറിട്ട് കൊടുക്കും. ഞാൻ അതിൻ്റെ ഒരു സെറ്റപ്പ് നിങ്ങൾ അടുത്ത ദിവസം കാണിച്ചു തരാം. ഇവിടെ റെക്സിങ്കാരനോട് സംസാരിച്ചു, പുള്ളി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ അടിയിലും മറ്റേ വലിയ പത്തക്കല്ലൊക്കെ ഇടണമെന്നാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നമുക്കൊരു 10 ദിവസത്തേക്ക് എന്തായാലും നാട്ടിൽ ചെന്നത് മൊത്തം റീബിൽഡ് ചെയ്യണം. ഓട്ടോ അവിടെ നിർത്തിയോ? ഓ സോറി ഗൈസ്. നമുക്ക് പോയി ഇത് അന്വേഷിച്ചിട്ട് വരാം. അവിടെ തന്നെ ഭക്ഷണം കിട്ടും, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നമുക്ക് നേരെ പോവാം. हाँ 7 40 40 रुपया. ओके 40 मीन्स 40 20 ക്രിക്കറ്റ് ആയേഗാ 6 സ്റ്റാർ IPL. ഗൈസ് ഇതുണ്ടോ, അവിടെയാണ് നമുക്ക് ഭക്ഷണം കഴിക്കണം, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം. ടയറിൻ്റെ വില താങ്ക് യു ഗൈസ്. ടയറിൻ്റെ വില അന്വേഷിച്ച് എല്ലായിടത്തും വന്ന് തെണ്ടി തിരിഞ്ഞ് വരാൻ നേരത്ത് എല്ലാം ഏകദേശം മനസ്സിലാവും. ഇവിടുന്ന് പുറത്തുനിന്ന് ഐസ്ക്രീം. അപ്പോൾ ഈ ടയർ എടുക്കുന്നവർ പ്രത്യേകം ചോദിക്കണം, ഊരി കഴിഞ്ഞാൽ വിണ്ടലുണ്ടോ കൊണ്ടു തരുമെന്നുള്ള രീതിയിൽ സംസാരിക്കണം, എന്നിട്ട് ടയർ എടുക്കാം. അത് വീഡിയോയും കൂടി എടുത്തു വെക്കണം. ഗൈസ് നമുക്ക് ഇത്ര യാഥാർത്ഥ്യം അറിയാവോ? ഈ സാധനത്തിന് ഞാൻ ലിവിന് പോയി അഡ്വാൻസ് കൊടുത്താ. ഏതാ ഇതേ ഓർക്കുന്നുണ്ടോ? ഈ കാണുന്ന ബെൻസിന്. അതായത് ഇത് ഇൻഡോ കാനഡയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻഡോ കാനഡയ്ക്ക് വേണ്ടി ഓടിയ മൾട്ടി ആക്സിൽ വണ്ടിയാണ് ഈ കാണുന്നത്. പാർട്സ് കിട്ടില്ല. അപ്പം ഞങ്ങളിതെല്ലാം കൊടുത്തു, ഇതെടുക്കാൻ വേണ്ടിയല്ല എല്ലാം റെഡിയായി. ലാസ്റ്റ് നിമിഷം ഞങ്ങൾ ഇതിനകത്ത് വേണ്ടാന്ന് വെച്ചു, കാരണം ഇതിന്റെ പാർട്സ് കിട്ടാൻ ഭയങ്കര പാടാട്ടോ. പിന്നെ അതിന്റെ എയറില്ലേ, എയർ പെട്ടെന്ന് കംപ്ലൈന്റ് ആവുകയും ചെയ്യും. നമ്മൾ ഓടുന്ന പൈസ മൊത്തം മെക്കാനിക്കിന് കൊടുക്കാനേ ഉള്ളൂ. അങ്ങനെ രക്ഷപ്പെട്ടാണ്. അത് കഴിഞ്ഞിപ്പോൾ ഒരു വോൾവോയുടെ പുറകെ നടപ്പുണ്ട്, ഇതൊരു ശരിയായിട്ടില്ല. അതായത് ഡൽഹിയിലാണ്, മൾട്ടി അല്ല സിംഗിളാണ്. നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു വലിയ സ്ഥലമുണ്ട്. അതൊക്കെ ടയറിൻ്റെ വില ചോദിക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഏറ്റവും വലിയ യാർഡ്, കോഹ്ലിയുടെ യാർഡിലും 3 ഇരട്ടി വലിയ യാർഡ് ഇതാണ്. ഇതിങ്ങനെ നടക്കണം കുറേ, ഇങ്ങനെ നടന്നില്ല. എന്താ ടയറിൻ്റെ വില അന്വേഷിക്കട്ടെ. കോഹ്ലിയുടെ യാർഡ് ഇതിലും ചെറുതാട്ടോ. ഈ ആടൊക്കെ പൊട്ടിയിലവനെ ഒന്നും ഇല്ലല്ലോ. എന്നാൽ ഇത് പൊട്ടിപ്പോയി കേട്ടോ, അല്ലേ? കോഹ്ലിയൊക്കെ കയറി പിടിച്ചേട്ടാ. ഇവര് പോയി 2021. അതെ ടീക്കട്ടെ. അപ്പോളോ ബുള്ളറ്റ് അല്ലേ? 2 ഒന്നും കൊള്ളൂല. കൊള്ളാവോ? 2 ഞങ്ങൾ അപ്പുറത്ത് ഇറക്കി വിട്ടു കേട്ടോ, വെറുതെ പറഞ്ഞേട്ടാ. അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല. അയാൾ തന്നെ സാധനം നോക്കാൻ വേണ്ടി. അയാളെ എനിക്ക് പണ്ട് പോലെ അറിയാവുന്ന. ഒന്ന് ഇറങ്ങിക്കാനോ വണ്ടിയാണ്. ഡേറ്റ് നോക്ക്, വണ്ടിയിൽ ഇറങ്ങാം. ഡേറ്റ് ഭയ്യ ഉൾട്ടാക്കറോ മേ ആയേगा ഉൾട്ടാക്കറോ. ഇത് ഇവിടെ നോക്ക്, തലതിരിഞ്ഞാണല്ലോ ടയർ. അതാ 15 2015 അപ്പോളോ ബുള്ളറ്റ്. ഇതൊന്നും ഓടി എത്തുള്ളൂ. ഇതാണ് പ്രശ്നം. ഇതുണ്ട്, ഇത് പൊട്ടും ഇതേപോലെ, ഇങ്ങനെ പൊട്ടി കീറും. ഇത് എത്രയാ? 2009. ഇതിനാ ഒരു 20,000 രൂപ ചോദിക്കുന്നത്. 20,000 രൂപ ടയറിൻ്റെ വില. അവനാണ് ഉള്ള ടയർ തിരിച്ചെടുത്ത് 15 പറഞ്ഞുള്ളൂ. 15, 15, 30, 60,000 രൂപ വരും 2 ടയറിന്. 5 ടയറിന് 75,000 രൂപ. 2020-21 വരാൻ നേരത്ത് നമ്മളോട് വീഡിയോ എടുക്കുന്ന പറഞ്ഞ പുള്ളി അയാളായിരുന്നു ഇവിടുത്തെ ഏറ്റവും ടോപ്പ് കച്ചവടക്കാരൻ. ടോപ്പ് എന്ന് വെച്ചാൽ ഏറ്റവും നമ്പർ 1 കച്ചവടക്കാരൻ. പൊട്ടിപ്പോയി. അന്ന് കോഹ്ലിയൊക്കെ വളർന്നു വരുന്നുള്ളൂ. ഇന്നിപ്പോൾ 6 വർഷമായി. അയാൾ ഒന്നുമില്ലാതെ കേട്ടോ, കണ്ടപ്പോൾ മനസ്സിലായി. ഏകദേശമൊക്കെ ഒതുങ്ങി. പണ്ട് താല്പര്യമില്ലായിരുന്നു. താല്പര്യം അവിടെ നിൽക്കാൻ പറ്റുമായിരുന്നു ആൾക്കാരെ കൊണ്ട്. അതാണ് ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ടാവേ, ഇല്ലാത്ത ഒരുത്തനും ഉണ്ടാവില്ല. അത് കറക്റ്റായിരുന്നു, മനസ്സിലാവും. കണ്ടെന്നെ തിരക്കായിരുന്നു അയാളത്ത്. അയാൾ വരുമൊന്നുമില്ലായിരുന്നു. വേണ്ട പണ്ട് അയാൾ വരുമൊന്നുമില്ലായിരുന്നു പുറത്തോട്ട്, ആൾക്കാരെ വിടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അയാൾ തന്നെ എല്ലാം ചെയ്യുന്നത്. കാരണം ആളില്ല, അമ്പരയില്ല, ഒന്നുമില്ല. എന്തോരം വണ്ടി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പഴയ വീഡിയോ ഉണ്ട്, എല്ലാവർക്കും അറിയാം. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടെന്നാണ് പറയുന്നത്. വലിയ പൈസ പറയായിരുന്നാൽ മതിയായിരുന്നു. എൻ്റെ അമ്മേ, ആ ടയറിന് വീഡിയോ എടുത്താൽ നല്ല ടയറാണ്. പുള്ളി പറയട്ടെ. നമുക്കാണ് ഈ ഹിന്ദി പറയാൻ അറിയത്തില്ല, അതാണ് വിഷയം. അല്ലേടാ? ഇത് ടയറിൻ്റെ റീസോൾവ് ചെയ്യുന്ന ടീമാ. ഓ റീസോൾവ് അല്ലേ? ഹിന്ദി. അങ്ങനെ തൃപ്തിയായി ലിവിന്. ബബുവ ഞാൻ അപ്പോഴേ എന്നോട് പറഞ്ഞത് നടക്കൂലെന്ന്. എനിക്കറിയാം. 25 പറഞ്ഞേ. ബാ പോവാ. ഇത് കൂടെ നോക്കട്ടെ എത്ര വില. ഞാനൊരു വില കഴിഞ്ഞിട്ട് വരാം. 12,500 രൂപയ്ക്ക് ഒരു ടയർ തരാമെന്ന് പറഞ്ഞു. മറ്റവൻ 15,000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. ഒരു 45 പറയട്ടെ. നല്ലതാണെന്ന് അറിയത്തില്ലല്ലോ, നമ്മൾ കണ്ടു നോക്കിയില്ലല്ലോ. ബേക്കും കൂടെ ഒന്ന് നോക്കിയിട്ട്. എടാ അത് 5 എണ്ണം വേണ്ടടാ.
ഇപ്പൊ അതേ നാലെണ്ണം പോരെ. ഒരെണ്ണം മറ്റേ എടുക്കാമല്ലോ അല്ലേ? ആ തരൂല. അതെ നമ്മളിനിയും ദിവസം പോലോ ലാസ്റ്റ് സസ്താക്കാരോ അവൻ്റെ കമ്മീഷൻ. ഇത് അവൻ്റെ വണ്ടി അല്ല, പിന്നെ അറിയാം. വേറെ ആരുടെ വണ്ടിയായിരിക്കും. 1.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുത്തിട്ട് പോരെ. ടയറിൽ തന്നെ 50,000 കിട്ടി. തൂക്കിയിട്ട ബാക്കി കിട്ടൂലേ? അതിപ്പോൾ ഇത് വേറെ കാര്യം. മറ്റേ ടയർ കൊടുത്തിട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് മറ്റേ ടയറും കൂടെ കിട്ടും. 15,000 രൂപ പറഞ്ഞു. ഇപ്പം 12 അല്ലേ? ഇതിപ്പം 12 രൂപ അടുത്ത് വരുമെന്നാണ് തോന്നുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ല, ടയർ കുഴപ്പമില്ല. ഇത് ഊരി നോക്കണം, കൺഫേം ചെയ്യണം. എന്നിട്ട് നാളെ വണ്ടി എടുത്ത് പുറത്ത് കൊണ്ടിട്ട് മാറ്റണം. ഒരു ദിവസം വേണം ടയർ മാറ്റിയിട്ടുണ്ടെങ്കിൽ. ഞാൻ ടയറൊന്നും ബേക്കിൽ കയറി നോക്കാമല്ലോ. ബേക്കിൽ ടയർ പാമ്പും ചേമ്പൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. വാങ്ങാത്തില്ല. കുഴപ്പമില്ലാത്ത ടയറാ. പുറത്തെ നോക്കണം. ഇതേതാ ഈർന്നുള്ളത് കണ്ടുപിടിക്കും. 20 എവിടെയാ എഴുതിയേ? മറ്റേ ആ 10, 20 അങ്ങനെ എഴുതുന്ന ആ സാധനമല്ലേ? അതല്ല ആ അതല്ല ഇറു എല്ലാം കടിക്കുവാവും. ഇറു നോക്കിയേ. ബേക്കിലെ ടയർ ചമ്മിപ്പോയതാ കേട്ടോ. എങ്ങനെ ഊരി ചമ്മിപ്പോയതാ. നീങ്ങിയിരിക്കുന്ന ഒപ്പിക്കാൻ എന്തോരം കഷ്ടപ്പാടല്ലടാ ലിവിനെ. ഒരു ഡീൽ ഒപ്പിക്കാൻ ഇനി നമുക്ക് അവിടെ തന്നെ ഒപ്പിക്കാൻ. ഇത് നല്ല ഡീലാണ്. 2022 ടയറല്ലേ? ആ ടയർ അവൻ തരണ്ടേ വരും. അതിന്റെ നല്ലതവൻ തരണ്ടേ? അവന് നല്ലത് തരണം. അപ്പൊ നമ്മുടെ 4 ടയർ ആയില്ല എക്സ്ട്രാ. പേടിക്കാനില്ലല്ലോ. मैं कुछ नहीं करेगा भैया, कोई टेंशन नहीं, आपको टेंशन नहीं है, मेरे को कुछ नहीं है। हम इंडिया में फेमस कर दो हमें, कोई टेंशन 4 टायर का 48 टायर अच्छा वाला टायर दिएगा। टायर अच्छा नहीं है, वापस पैसा अगर पसंद नहीं आएगा पैसे वापस दे देंगे भैया जी। डन है भगवान आपको अच्छा मिलेगा, अब बड़ा ही आएगा। ठीक है ठीक है। കാരണം ഈ തൊട്ടടുത്ത് തന്നെ നമ്മൾ മുമ്പിൽ, അതുകൊണ്ടാണ് പൈസ കൊടുക്കട്ടെ കേട്ടോ. ഞങ്ങളുടെ 10,000 നടന്നു വന്നത് ദൈവത്തിനറിയാം എന്താവുന്നത്. തൊട്ടടുത്തുനിന്ന് അബദ്ധം പറ്റി, അതുകൊണ്ട് പേടി. വാ, അത് കുഴപ്പമില്ല. അതിന് മൊത്തം ഫോട്ടോ എടുത്തു. എല്ലാ ടയറിന്റെ ഫോട്ടോ എടുത്ത് വെച്ചോളാം. ഫോട്ടോ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അതെ, നോക്കി ആരും വിശ്വാസമില്ല കേട്ടോ. കുടിച്ച വെള്ളം പോലും വിശ്വാസമില്ല ഇപ്പം. കാരണം ഈ അടി കിട്ടി എല്ലാത്തിനും ഫോട്ടോ എടുത്ത് വെറുതെ ഞെട്ടിക്കാം. കാര്യമൊന്നുമില്ല, പറയുമ്പോൾ ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറയാന്നേ ഉള്ളൂ. കണ്ടോ, ഇത് വെറുതെ അങ്ങനെയൊക്കെ എടുത്ത് വെക്കുക, അങ്ങനെയൊക്കെ വെറുതെ കാണിക്കുക. പോവാ പിന്നെ മൊത്തം എടുത്ത് കിട്ടൂല. പറ ഞാൻ ബേക്കിൽ പോവാം. ബേക്കിൽ പോണ്ടേ? വെറുതെ 10,000-ന് വേണ്ടി 60,000 കളയുന്നത്. ഞാൻ ഇപ്പം കൂടെ എടുത്ത് വെക്കാം. അവനെ ഇമാര് രാത്രി മാറ്റുവനെ. ഇല്ലടാ, അത് കണ്ടാ അറിയാം. അല്ലല്ല, ഇവിടെ തന്നെ നമുക്ക് എടുക്കാമല്ലോ വീഡിയോ. ഈ ടയറിനെല്ലാം വരയുണ്ട്. എന്നാ വരാ? അല്ല, ഇങ്ങനെ വരയുണ്ട്. എന്ത് വരാ? മാർക്കർ വരെയാണോ? ആ ഇല്ലേ? നല്ല ടയറാ. മറ്റേനും ഉണ്ട്. മറ്റേന്റെ വീഡിയോ നീ അപ്പുറത്തുനിന്ന് എടുത്താ? ഞാൻ ഇപ്പുറത്തുനിന്ന് എടുത്തില്ലേ? ഗൈസ്, അങ്ങനെ സക്സസ് ആയി. അവിടെ ഏറ്റവും പൈസ കുറവ് അവൻ്റെ അടുത്ത് തന്നെ കേട്ടോ. ഇതിപ്പോ എന്തോ ഭാഗ്യത്തിന് കിട്ടിപ്പോയോ? ഇതല്ലേ എന്തോ ഭാഗ്യത്തിന് കിട്ടിപ്പോ. നാളെ മാറ്റി പറയാൻ ദൈവത്തിനറിയാം. റിസ്ക് അടക്കം തരാന്ന് പറഞ്ഞു. വീഡിയോ പറഞ്ഞിട്ടില്ലേ? എന്നാ എല്ലാം കാണിച്ചില്ല. നാളെ ഇതല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെ കാണിക്കാൻ പറ്റില്ലോ. വേറെ സ്വഭാവം അതാ. എൻ്റെ ഫോണിൻ്റെ അടുത്തല്ലേ? എന്ത് പറഞ്ഞാലും സംഭവം ഫുള്ള് മാറ്റി പറയും. അതാണ് ഇവരുടെ കോഹ്ലിയുടെ ഉള്ള ടയർ നല്ല തരാൻ പറഞ്ഞാൽ. എനിക്ക് ടയർ വേണ്ട. അപ്പം എങ്ങനെയാ നിങ്ങൾക്ക് 8 ടയർ ആയില്ല ഇതിന്? പണ്ടേ ഇമ്പോർട്ട് ചെയ്ത് വന്ന മിസ്തിപുഷി ഉണ്ടോ? ആർമിക്കാണോ എന്തിനാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതെ, ഇന്ത്യക്ക്. എനിക്ക് തോന്നുന്നത് ഇത് ജപ്പാനോ ഇവിടുത്തെ വണ്ടിയായിരിക്കും. എയർപോർട്ടിലെ വണ്ടിയായിരിക്കും. എയർപോർട്ടിലെ വണ്ടികൾ ഇപ്പോഴും ഉണ്ട്. ഇങ്ങനെ വിദേശി വണ്ടികൾ ഇഷ്ടം പോലെ. 5-6 വർഷം കിടക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ 2022 വന്നപ്പോഴും 21 വന്നപ്പോഴും ഈ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം 2026 ഇവിടെ വന്നു. ഇപ്പോഴും ഈ വണ്ടി ഉണ്ട് ഇവിടെ. അതെ. മറ്റോ പറഞ്ഞ വില ഉണ്ടോ ഇവന്? ടയറിന് 20,000. അടുപ്പ് തെറിച്ച് വീട്ടിൽ പോയിട്ട് 2 ദിവസം സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. 2 ദിവസം. അതിന് ശേഷം നമ്മൾ വീണ്ടും കളത്തിലിറങ്ങും. 2 ദിവസത്തെ റെസ്റ്റിന്റെ ആവശ്യമുള്ളൂ. ശരിക്കും 1 ദിവസത്തെ റെസ്റ്റിന്റെ ആവശ്യമുള്ളൂ. 2 ദിവസത്തേക്ക് നമ്മൾ എടുക്കുക. സീറ്റ് അടിച്ചു കേട്ടോ. സീറ്റ് അയച്ചല്ലേ? അതിന്റെ ഡോറ് കഴിച്ചു. ഇത് മാറ്റണ്ടേ? ഈ സാധനം അത് മാറ്റാൻ പറഞ്ഞു. ഓർക്കണേ, അത് മാറ്റണം. അതൊക്കെ ഓരോന്ന് ഫിറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ലിവിനെ വേമ്പാ. ഹലോ ये अच्छा वाले है ना, ये बढ़िया है. आप देखो, अब फुल चाहिए, हाफ नहीं चलेगा. ठीक है. कितना आदमी का? कितना आदमी है? 2, 3, 4 या बचा. 4 आदमी का एक फुल है ना आज. ठीक है, मैं दिएगा. 4 आदमी को 1 फुल. आप तो ये पिएगा बूढ़ा. हाँ नहीं है ना, 1 क्वार्टर बस. 4 आदमी का बस क्या ना, 4 आदमी को एक फुल दिएगा. ഏറ്റവും ചാത്തൻ കമ്പനി നോക്കി കണ്ടുപിടിക്കണമല്ലോ ഇവനെ. ഇതിന് അത്യാവശ്യം എല്ലാം ഉണ്ട് കേട്ടോ. ഉണ്ടോ? അപ്പുറത്തെ കയറ്റിട്ടില്ലല്ലോ. എല്ലാ സാധനം ഇല്ലേ? ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം കേട്ടോ. അപ്പുറമില്ല. ഈ പൊടിക്ക് കുഴപ്പമൊന്നുമില്ല. ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ അറിയാല്ല.
തുരുമ്പുണ്ടാവും ഇല്ല ഇതൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. നോക്കണം. മൊത്തം കവറൊക്കെ ഇടണം. എന്തായാലും ഇത് മൊത്തം അഴിച്ചു വന്നത് പുതിയ പാട്, പുതിയ സാധനങ്ങൾ ഇതെല്ലാം പുതിയത് കിട്ടണം. ഇതിന് ലോക്കെല്ലാം സെറ്റ് ചെയ്യണമെന്ന്. ഇതെന്തായാലും മേടിച്ചാക്കാം കേട്ടോടാ. മേടിച്ചാക്കാം. അത് മേടിച്ച് വണ്ടി ഇടാം. വെക്കണ്ട. അല്ല മേടിക്കണം. പണി അറിയാവുന്ന ആൾക്കാരെയും കൊണ്ട് നമുക്ക് ഇടിപ്പിക്കാം. ഈ ഡോർ അങ്ങനെ ഉണ്ടല്ലോ, ഇതിന് വലിയ കുഴപ്പമില്ലാത്ത ഡോറല്ലേ? കുഴപ്പമില്ലാത്ത ഡോർ. കുഴപ്പമില്ലാത്ത വലിയ കുഴപ്പമില്ലാത്ത ഡോറാട്ടോ. ആ ഡോർ തുരുക്കളാണ്. ഉണ്ടോ നോക്കിയാൽ ഇല്ല. അഴിച്ചത് എന്തിയെ? അഴിച്ചത് ഇതാ ഇതഴിച്ചു. ഇതും കുഴപ്പമൊന്നുമില്ല. ഇത് പിന്നെ എന്തിനാ നമ്മൾ മാറ്റിയേ? രണ്ടും ഒരേ ഡോർ വരാൻ വേണ്ടി. അല്ലെ രണ്ട് കളർ വരൂലേ? ഇതാകുമ്പോഴോ ഒരു കളർ വരും. ഇതങ്ങനെയുണ്ട്. അത് കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമില്ല. എല്ലാം നന്നായിട്ട് ഉരുട്ടി അടിക്കണം മോനെ. ഇതിൻ്റെ ലോക്കൊക്കെ ശരിയാക്കണം. ലോക്ക്, ഇതിൻ്റെ പാടൊക്കെ ശരിയാകുമ്പോഴത്തേക്കും സാധനം റെഡിയാവും. പിന്നെ അവിടെയൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ വരുന്നുണ്ട്, അതൊന്നുമില്ല. പിന്നെ അതൊന്ന് ആ അപ്പോൾസറിക്കാരനെ കൊണ്ട് വണ്ടി ഇടിച്ചു കൊടുത്തിട്ട് ആ മേലത്തെ സാധനമൊക്കെ ഒന്ന് ചെയ്യണം. ലിവിനെ ഇങ്ങോ ഞാൻ കാണിച്ചു തരാം. കോഹ്ലിയാ? ഫോർച്യൂണർ വെച്ചിട്ട് ഇതിനാണോ വന്നത്? ഇതുണ്ട്. അതിൻ്റെ അവിടുത്തെ സാധനങ്ങൾ ചെയ്യണം. പിന്നെ ഈ സാധനങ്ങൾ ചെയ്യണം. സീറ്റൊക്കെ ഫിറ്റ് ചെയ്തോട്ടാ. സീറ്റൊക്കെ നല്ല നമ്പർ 1 ബടിയാ സീറ്റ്. പിടിച്ചോ കാലൻ आप सेल्फ मारे ना? ആ സെൽഫ് അടിച്ചു. സെൽഫ് അടിച്ചാ? നീ കേട്ടില്ലേ? ഇതന്നെ ഗ്ലാസ് പൊട്ടിയതാണോ? ഇങ്ങനെ ഇല്ലല്ല, സ്റ്റിക്കർ കാണാതിരിക്കാൻ വേണ്ടി. സ്റ്റിക്കർ അല്ലേ? കാണാതിരിക്കാൻ വേണ്ടി. ഇതിപ്പോ മിറർ ഫിറ്റ് ചെയ്യണം. മിറർ നമ്മുടെ പുതിയതാ. ഓർക്കണ എടുക്കാനേ മിറർ നമ്മുടെ പുതിയതാ. भैया एक खुला मेरा है. खुला शीशा शीशा हाँ शीशा शीशा मेरा है. नया वाले हमारा कुछ नहीं. ആ സാധനം വെക്കണം. सरदार जी है सरदार जी. आपका बच्चा किधर है? मेरा काम आज नहीं, कल नहीं, कब पूरा फिनिश करने के लिए बोलेगा? हाँ अभी तक चल रहा है ना. हाँ थोड़ा काम है. पानी पियो. बस मैं पी के आया. क्या सामान लेने के लिए आएगा? ओ मेरी गाड़ी एक लगी थी उधर, वो देखने गया. अच्छा वो अंदर लगी थी. കോഹ്ലി എങ്ങനെയാലും ചെയ്ത് കൊടുക്കുന്നതാണ്. വെളിച്ചിലൊക്കെ പേര് ഇവനേ ഉള്ളു കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര പാടാ. ആ സാധനം മാറ്റണം കേട്ടോ. അവിടെ അത് മാറ്റണമെന്ന് പറ. ഏതാ ആ സാധനം മാറ്റി നല്ലതാണ്. ആ ഇത് ഇപ്പം ഡോർ ഇട്ടോണ്ടിരിക്കുക. ഞാൻ പറയാം ബാബാ. എല്ലാ സാധനം എല്ലാം മാറ്റിക്കോളാൻ ശിവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. എൻ്റെ പേര് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. ശിവന് മതിയാ കേട്ടോ അവന്. പിന്നെ വേറെ വലിയ ഡീലിങ്സ് നമ്മൾ നടത്തുന്നതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. നമ്മളുടെ ഡോർപാട് നാളെ ഇതൊക്കെ മാറ്റണം. അപ്പോൾ എല്ലാ സാധനങ്ങളും മാറ്റി കേട്ടോ. ഞാൻ മേളിൽ കയറി ഒന്നും കൂടെ കാണിച്ചു തരാം നിങ്ങളെ. ഉരുപ്പെട്ട കുറേ സാധനങ്ങൾ മാറ്റി. ഇലക്ട്രീഷ്യൻ ആ വഴിക്ക് പോയതാണ്. പിന്നെ അതിൻ്റെ പുല്ലുമില്ല പൂടേയില്ല. ഇലക്ട്രീഷ്യൻ്റെ പണി ഏകദേശം കഴിഞ്ഞ എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കാനാകുമ്പോൾ. ആണോ? ഇത് സ്റ്റിയറിങ്ങിന് ഇവിടെ ലൈലാൻഡ് വന്നു. ലൈലാൻഡിൻ്റെ എല്ല് തിരിഞ്ഞു പോയല്ലോ ഇവനെ. അതിനും പറിച്ചിട്ട് മാറ്റി കുത്തണം. ലൈലാൻഡിൻ്റെ എല്ല് തിരിഞ്ഞു പോയി. പിന്നെ ഈ മീറ്ററൊക്കെ ശരിയാവില്ല അല്ലേ? ഇല്ല അത് വാങ്ങിപ്പോയി. സീറ്റ് മാറ്റി. ഇതൊന്ന് ചെറുതായിട്ട് അപ്പോൾസറി ചെയ്യണം. ആ സീറ്റും കുഴപ്പമില്ല, അതും മാറ്റി. ഇനി ബേക്കിൽ സാധനം വരാണ്ട് അത് ചെയ്യാണ്ട്. പിന്നെ എല്ലാത്തിനും ഇത് കണ്ടോ, ഇതിന് കവറൊന്നുമില്ല. ഇതിപ്പം ഗ്ലാസ് തിരിച്ചിടാൻ മേളിലേക്ക് കയറും. പിന്നെ അതേപോലെ തന്നെ കണ്ടോ ലോക്കുണ്ട്. പിന്നെ അതേപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും സംഭവങ്ങളും ഉണ്ട്. അധികം പറയണ്ട കേട്ടോ. കയറുന്നുണ്ടല്ല അധികം കിടന്ന് കറക്കണ്ടാവും. കുറേ നാൾ നിർത്തിയിട്ടാലും കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ എന്താ, ലൈലാൻഡ് മാറിപ്പോയല്ലോ ഭർത്താവേ. ലൈലാൻഡ് ഇനി എല്ല് തിരിച്ചൊട്ടിക്കണമല്ലോ. അത് എല്ല് മാറ്റി ഇതിപ്പോൾ വേറെ ഏതൊരു അക്ഷരമായി പോയി. തിരിച്ചൊട്ടിച്ചാൽ പോരെ. ഇത് റെഡിയാക്കാണ്ട്. ഇത് റെഡിയാക്കണം. ഇതിൻ്റെ 4x4 കറക്റ്റല്ല. ഇനിയുണ്ട് മോനെ ഒരു 2-3 ദിവസത്തെ പരിപാടിയും കൂടെ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 5 ഡോർ ശരിയാക്കാണ്ട്. ഒരു ദിവസം കൊണ്ടൊന്നും തീരും. 5 ദിവസത്തെ പണി. കുറേ പേര് ഉണ്ടായിരുന്നത് ഞങ്ങളോട് ഊരിപ്പിച്ചു കേട്ടോ. സമ്മതിക്കില്ലായിരുന്നു അമ്മമാർ. എല്ലാം ഊടുകളാണ്. എല്ലാം ഈ ക്വാർട്ടറിലാണ്. അറിയാം. ഞാൻ നോക്കിയിട്ട് ഒരു സൗന്ദര്യം ഇല്ല ഡോറിന്. ഒരു കളറ് 2 കളറുള്ള ഡോർ ഇത് അവിടെ കിടക്കുന്നു. ഞാൻ പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞു. അല്ല ഇത് തുറന്നു നോക്കാൻ നല്ലതല്ലായിരുന്നു. നല്ലതാ. മറ്റേന്ന് ചിത്ര സെറ്റപ്പ് ഇല്ല. ഈ ഡോറിന് വെയിറ്റ് ഉണ്ട്. മറ്റേ വെയിറ്റ് ഇല്ല. പുത്തൻ മോഡലിന് ബോഡിക്ക് വെയിറ്റ് ഇല്ല. ഇതിന് ബോഡിക്ക് കട്ടിയുണ്ട് ഇച്ചിരി കൂടെ. ബ്രേ ഇത് ചെയ്യുന്ന സമയത്തിനെ നമുക്ക് മറ്റേ സാധനം കണ്ടുപിടിക്കാം. ഏതാ ഫ്രണ്ടി വെക്കുന്നല്ലേ? അല്ലല്ല ഇത് പോവാ ഉള്ളത് വലിയ കുഴപ്പമില്ല. പക്ഷെ ഇതിനകത്ത് നല്ല പൊട്ടി കയറും കേട്ടോ. ഇത് ഫൈബറാ. ഇപ്പത്തെ ഇരുമ്പ് പാട്ടല്ലേ? ഇത് ഫൈബറാ. ഇതിനകത്ത് എന്ത് ചെയ്തിട്ട് ഒരു എന്തൊക്കെ സാധനങ്ങൾ വരാണ്ട്. പാപ്പാ നമുക്ക് കണ്ടുപിടിക്കാൻ പോ. ഇത് 3-way അഡ്ജസ്റ്റബിൾ സീറ്റ് ആട്ടോ. മേളിലേക്ക് ഇല്ലെന്നേ ഉള്ളൂ. भैया आज ये बन लगेगा? शीशा नहीं है क्या बोलेगा? सीट पीछे वाला 2 चाहिए. वो कचरा है, भी लेगा दूसरा? देख ले उसमें है, गाड़ी में लगा. वो कचरा है. कचरा है. इसके पीछे
पीछे वाला हाँ इसमें दूसरा पीछे है ना देखा बाहर एक लगा हुआ है इस तरह से किधर किधर बाहर മനസ്സിലായി ശരിക്കും മനസ്സിലായി ആ മനസ്സിലായി ഞാൻ ठीक है ഇതർ ഇതർ ഗ്ലാസ് वो ग्लास डेंटर लगाएगा हाँ ये आदमी का पता नहीं दूसरा आदमी ഏ आपका डालेगा ये हाँ ये कर देंगे किधर ना अच्छा वाला किधर है ये यहाँ देखते हैं अंदर पड़ा मेरे को पूछेगा चेंज करने के टाइम ओ आप मैं देखेगा हाँ एक के साथ ठीक है ना क्वार्टर का सिंदाबा ए भैया ആ എന്നാ ചെയ്യാനാ പണത്തിനും വിലയോ ക്വാർട്ടറിന് അതാണ് അതിന്റെ അത്ഭുതം ദൈവമേ ഈ ലോകം മൊത്തം മദ്യം കൊണ്ടാട്ടാ വരുന്നത് നമ്മൾ പോയി യൂറോപ്പ് അതേപോലെ തന്നെ ഒരു മനുഷ്യനെ മേടിച്ചു കൊടുക്കൂലാത്ത സത്യം കേട്ടോ നമ്മൾ മദ്യം മേടിക്കാൻ ഒരു മനുഷ്യണ്ടേ ഇനിയിപ്പോൾ ഇതൊക്കെ പോയി പറഞ്ഞ് സംസാരിക്കേണ്ട അവസ്ഥകൾ ആലോചിച്ച് നോക്കി ദൈവം ശിവു അതിൻ്റെ അകത്ത് അച്ഛാ അച്ഛാ ഞാൻ 2 കാരണവന്മാർക്ക് വണ്ടി പണിയാൻ വേണ്ടി മദ്യം കൊടുത്തിട്ടുണ്ട് അപ്പൊ അച്ഛൻ പറയും 4 സ്വർക്കസിനെ വിതാവ് ചെല്ലുക നീ അവിടെ അരമണിക്കൂർ പാർത്തിക്കാ പോവാ നിന്റെ ആ സീറ്റ് വലിയ കുഴപ്പമില്ല ഇനിയും കണ്ടുപിടിക്കണം സാധനങ്ങൾ മനസ്സിലായി മനസ്സിലായിട്ട് വെച്ചെന്നുണ്ട് മനസ്സിലായി വെച്ച അതിൻ്റെ കവള ഇവിടുന്ന് കണ്ടുപിടിക്കുക കവള പുറത്ത് കിടക്കുന്ന വണ്ടിയുടെ ഉള്ളൂ പുറത്ത് റിക്കവറി ആണെങ്കിൽ പറ്റൂല്ലോ റിക്കവറി ഷോർട്ട് സൈസ് അല്ലേ അല്ല ഫ്രണ്ടിന് വ്യത്യാസമില്ലല്ലോ ഉണ്ടോ ഇത്രേ ഉള്ളൂ ഇതാ നോക്കൂ റിക്കവറി ഇവിടം വരെ ഉള്ളൂ ആടാ ഇത് ഇത്രേ ഉള്ളൂ കട്ട അതല്ല ഞാൻ വെച്ച് ഇതാ ഇത് കുഴപ്പമില്ലല്ലേ ഇത് കുഴപ്പമില്ല ഇല്ല അത് പോയതാ പിന്നെ അതാ ഇത് കുഴപ്പമില്ല കേട്ടോ ചെറിയ ചിലപ്പുള്ളൂ ഇത് കുഴപ്പമില്ല ഇത് നല്ലതാ അല്ലേ താത്തിക്കട ഈ സാധനം മാത്രം വാങ്ങി വെച്ചാൽ മതി ഇവിടെ നിലവിലാക്കണം ഇതൊക്കെ ആ കള്ള നല്ല പോയി എന്ന പുള്ളിക്കാരൻ ദിവസമായിട്ട് ചെയ്യുന്ന അർജന്റ് എല്ലാവരും കൂലിയില്ലല്ലോ അവർ ഒരു രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് എങ്ങനെ നഷ്ടം ഇവിടുത്തെ ഏറ്റവും വലിയ കൂലിയാണത് ആ അവർ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഫയർഫോഴ്സിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എവനെ ആ ഇന്നത്തെ കാലത്ത് ആ പൈസ അതല്ലേ ഏതാ അവിടെ കിടക്കുന്നുണ്ട് വണ്ടികൾ അതിൻ്റെ സാധനം ഉണ്ടോ തപ്പണം അത് ഇവിടുത്തെ നോക്കിയിട്ട് അങ്ങോട്ട് പോവാം അത് ചിലക്കിയ നല്ല സാധനമായിരുന്നു ഫ്രണ്ട് ഐസ് നമുക്ക് തന്നെ ഉണ്ടല്ലോ सरदार जी ഈ ചാവ് वो सरदार का नहीं चाय नहीं दिएगा करेगा ക്വാർട്ടർ ചെയ്യോ क्वार्टर दियो गाइस ഞങ്ങളെ नहीं 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 वो आदमी का नहीं दिएगा दूध करेगा क्वार्टर चाहिए എല്ലാം കത്തിപ്പോയതുകൊണ്ട് നമ്മൾ ഊമ്പിപ്പോയിട്ടല്ല നമ്മളൊക്കെ എന്ന് ലോ സാധനം ഉണ്ടായിരുന്നു അതൊന്നും ഇല്ല ലിബി അതൊന്നുമില്ല ആ ഒരു സാധനം മാത്രം ഇതൊക്കെ സിംഗിളായിട്ട് മേടിക്കാൻ തന്നെയാണല്ലോ നല്ലല്ലേ ആ ഇസ്ക അച്ചായി ഞാൻ പറഞ്ഞു ഇതിനകത്തുണ്ട് ഇത് നല്ല നല്ലല്ലേ നോക്കണേ പാമ്പുണ്ടോ അവിടെ ഏതോ അച്ചായി പക്ഷേ ഇതിൻ്റെ ഡോറ് വിരിപ്പിക്കാൻ ഇതിൻ്റെ ഡോറായിരുന്നു മറക്കി തുറന്നേ ഇല്ലടാ ഇല്ല 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 അതിൻ്റെ ഉള്ളിൽ എടുത്ത് നല്ലോണ്ടോ നോക്കി അതൊന്നല്ല ഏതാ സാധനങ്ങളുണ്ട് കേട്ടോ അതിനകത്ത് എന്തൊക്കെയോ അടച്ചു എടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ നോക്കി ആ 2 സാധനം ഉദ്ദേശിച്ച 2 സാധനം താഴെ ഉണ്ടോ ഇതല്ലേ ഇത് നല്ല ഡോറായിരുന്നു കേട്ടോ നീ പറഞ്ഞ പോലെ മറ്റേലും ക്ലാസ് സാധനം പക്ഷേ ഇതിന് ബാക്കി നമുക്ക് ഉള്ളിൽ നിൽക്കുക ഒരു സാധനം ഇല്ല കേട്ടോ ഇല്ലല്ലേ അത് ഇതിൻ്റെ സൈഡ് സാധനമൊക്കെ നല്ലതാ കേട്ടോ സൈഡ് സാധനമൊക്കെ നല്ലതാ ഇതെടുക്കാൻ പറയാം ഇതിൻ്റെ പീച്ച പാല അല്ലേ ബാ ഏറ്റവും നല്ല സെലക്ട് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഏറ്റവും നല്ല വണ്ടിയും കൊണ്ടുപോകാം തപ്പാൻ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾ പറയണ്ടല്ലോ ഇതിലേതാ പുതിയതൊന്ന് നോക്കി അതിനാ ഇതാണോ അതാണോ പുതിയത് ഇങ്ങ ഏതാടാ ഏതാ പുതിയത് താഴത്തെയാണോ പുതിയതാണോ ലൈലാൻഡ് കുറേ ടൈപ്പ് എഴുതിയിട്ടുണ്ടല്ലേ ഈ VCS അതൊന്ന് നോക്കിയൊന്ന് ഗൂഗിളിൽ ഇട്ട് ഒന്ന് നോക്കാം അവിടെ ഇഷ്ടംപോലെ എടുത്തിട്ടുണ്ട് വാ ഒക്കെ മാറ്റിയിടിക്കാൻ ദിവസമേ ഉള്ളൂ ഇതെന്തായാലും ഊരേണ്ട ഒരു പമ്പൊക്കെ കംപ്ലൈൻ്റ് ആണ് ഊരേണ്ടത് ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എല്ലാം കഴിയട്ടെ ബോഡി വർക്ക് കഴിഞ്ഞിട്ട് ഇനി ബാക്കി वाटर ओनली क्वार्टर एक बार बोलो नो चाय नो वाटर ओनली क्वार्टर अभी क्या पिएगा ये तो ऐसे पकड़ा है वीडियो बना रहा हूँ ഇത് എങ്ങനെ മനുഷ്യന് സാധിക്കുന്നടാ പുള്ളിക്കാരൻ കണ്ടോ ഇങ്ങനെ ഇന്ന് കറങ്ങുന്ന നോക്കിയാ ശ്രദ്ധിച്ച് നോക്കി अब पिएगा दारू पिएगा नहीं पिएगा अब पिएगा अब पिएगा मैं डेली पीता हूँ ഈ സാധനം എടുക്കട്ടെ കേട്ടോ എവിടെയെങ്കിലും പോയിട്ട് ഇവിടെ നമ്മൾ കറക്കം പറഞ്ഞുകൊണ്ട് നമ്മുടെ പരിപാടികൾ നടക്കും ഏറ്റവും നന്നായിട്ട് തപ്പിക്കൊണ്ടിരിക്കും കേട്ടോ ഞങ്ങൾ CID പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് CID അത് തന്നെ എടുക്കാൻ അതിൻ്റെ അത് കുട്ടിയുടെ മേലേക്ക് ഇട്ട് അത് ഇവിടെ ഇഷ്ടം പോലെ ഗ്രില്ലുകളുണ്ട് ഏത് ടൈപ്പ് കാണും ഗ്രില്ലല്ലേ വല്ലത് നല്ല നല്ല കിടക്കുന്നത് ഇതേ ചെയ്യ പോലെ ഏതാ ഇത് ഇതെടുക്കാം അല്ലേ കുഴപ്പമില്ല ഇഷ്ടം പോലെ ടൈപ്പ് ഇഷ്ടം പോലെ
ഏത് ടൈപ്പാണ്, ഏത് തരത്തിൽ, ഏത് രീതി. അതെടുക്കാം. അമ്മമാർ ഭയങ്കര തട്ടിപ്പാണ്. അമ്മമാർ എന്ത് പറഞ്ഞാലും കത്തിപ്പോയി എന്ന് പറയുള്ളൂ. അതുകൊണ്ട് അമ്മമാരോടൊന്നും വിശ്വസിക്കില്ല കേട്ടോ. ഇതാ ഇഷ്ടം പോലെ ടൈപ്പ്. ഇതേ എന്നാ സാധനം നല്ല സാധനം ഇരിക്കുന്ന ലൈലാൻഡ് അല്ലേ എഴുതിയത്. അതെടുക്കാം. ആ 12 എഴുതിയത് നമുക്ക് ഇപ്പം തന്നെ സെറ്റ് ചെയ്യാം. അവരാളെ വിളിച്ചോണ്ട് വരാം. ഗായ്സ് ഫൈനലി നമ്മൾ വണ്ടിയെ കയറി. കീയൊക്കെ പേരിനാ കേട്ടോ. ഇതന്നെ എല്ലാം ജാമായിരിക്കുന്നത്. പറ്റുന്നില്ല, ഫുൾ ജാമായി. ഏറില്ലേ? സ്റ്റാർട്ട് ചെയ്ത് ഏറാക്ക്. ഇല്ല ഏറില്ല. നോക്കണം അവിടെ തൊട്ടടുത്ത് തന്നെ കമ്പി കേട്ടോ. ഓ ഏറില്ലേ? ഇത് മൊത്തം ജാമാവും. ഏറിലെ വണ്ടി ജാമാവും. എല്ലാ വണ്ടിയും ജാമാവൂലേ? എടുക്കൂലല്ലോ. നമ്മുടെ വണ്ടിക്ക് ഇച്ചിരി ഏറെന്തായാലും ബസ്സൊക്കെ എടുക്കും. പുക നോക്കിയേ. പുക എന്നാ ആയിരിക്കും ഇത്രയും? ദൈവത്തിനറിയാടാ ദിവ്യ. പുക ഭയങ്കര ഉണ്ട് കേട്ടോ. നല്ല പുകയുണ്ടല്ലോ. ഇതിന്റെ മീറ്റർ മൊത്തം നോക്കണം. വെള്ളത്തിന്റെ ഹീറ്ററിന്റെ അതിന്റെ ഒക്കെ നോക്കണം. ഒന്ന് നന്നായിട്ട് പോയിച്ചാരേ അവനെ, നന്നായിട്ട് പോയിച്ചാരേ. ഏറാട്ടെ ഏറില്ല. ഏറായാലും പ്രശ്നം കേട്ടോ. ടയർ നമ്മൾ വാങ്ങി സെറ്റ് JK ടയറിൻ്റെ കേട്ടോ നമ്മൾ വാങ്ങിയ ടയർ. നന്നായിട്ട് പുക വരുന്നുണ്ട്. നിൽക്കുമായിരിക്കും. നമ്മൾ നേരെ ബേക്കോട്ട് വണ്ടി എടുത്തു വെക്കാൻ വേണ്ടി പോകട്ടോ. നേരെ ബേക്കോട്ട് എടുത്ത് വണ്ടി അവന് ഏകദേശം ബേക്കോട്ട് എടുത്ത് വെക്കാൻ വേണ്ടി പോവാണ്. ആദ്യം എന്നാന്ന് ചോദിച്ചാൽ ഇനിയും നമുക്ക് ആ ഫ്രണ്ടിലത്തെ ബിൽഡിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പം ബിൽഡിങ് ഒരു 6 മണിയാകുമ്പോൾ പോകും. അതിന് പിന്നെ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി. ഇതിവിടെ വലിക്കുന്ന സെറ്റപ്പ് ഒന്നുമില്ല ടെൻഡിങ്ങിൻ്റെ. ഏകദേശം 8 ശതമാനെങ്കിലും ഏറ്റവും കുറഞ്ഞ് വേണം, എന്നാലും വണ്ടി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായി ഏറ് കയറുന്നില്ല. ഏറ് കയറുന്നില്ലേ? ഒട്ടും കയറുന്നില്ല, കുറവാ. എയറിൻ്റെ ഇവിടുന്ന് പണിയെടുത്തില്ല, 8ന്റെ പണി കിട്ടും കേട്ടോ. അതിൽ അങ്ങനെ നമ്മൾ വണ്ടി എടുത്തു, നേരെ അങ്ങോട്ട് പോവാ കേട്ടോ. എയർ ആകുന്നില്ലല്ലോ. എയർ കുറയുന്നുണ്ട്. ചവിട്ടുമല്ലേ? റണ്ണിങ് ഇല്ലല്ലോ. റണ്ണിങ് ഇല്ലാതെ ചെയ്യുമല്ലേടാ. അതിനെ പറ്റിയ വല്ലാതെ ടയർ തന്നെ കളിക്കുന്നുണ്ടല്ലോ. ആദ്യം ബാക്കിൽ പോവല്ലേ, തിരിച്ച് ബാബാ. ഗൈസ് ഇനി എന്നാ സംഭവം എന്ന് വെച്ചാൽ ഈ വണ്ടി വന്നിട്ട് തെന്നി കളിക്കുന്നുണ്ട്. 4x4 കൊടുത്ത് ശരിയായി. ഹലോ ഗൈസ്, അന്നപ്പം നേരെ ഇനി ഗ്ലാസും ഒന്നും ഇല്ലേ, അപ്പം നേരെ വണ്ടി ഇങ്ങോട്ടാ വെക്കുന്നത്. എടുത്തോ എടുക്ക എന്നെ അവൻ എടുക്ക. അതിൻ്റെ സൈഡിലോട്ട് പോകുന്നവർ മുമ്പും അതിന് സൈഡ് ഗ്ലാസ് ഇല്ലാത്ത കാരണം പ്രശ്നം കേട്ടോ. അതേപോലെ ഈ കാണുന്ന ഷോപ്പിലാണ് വണ്ടി വെക്കേണ്ടത്. അവരിങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. എവിടെയുണ്ടെന്ന് ചോദിച്ചേ? കിതറേക ഇതറേ അപ്പുറത്തെ ഷോപ്പാ. അപ്പുറോ ആ പോസ്റ്റ് വാങ്ങണേ 15,000 രൂപ. എങ്ങോട്ടിടെ വണ്ടി അങ്ങോട്ട് നീങ്ങുന്നില്ല. ഗൈസ് നമുക്ക് ഈ സാധനം ശരിയാക്കണേ. ഇങ്ങോട്ട് അങ്ങ് അടുപ്പിക്കല്ല, അടുപ്പിച്ച് കഴിഞ്ഞാൽ മൂല കൂടി പോകും. ഗ്ലാസ് ഇപ്പം പോവും. ആ ഗ്ലാസ് ഇല്ലാതെ കണ്ണേ വരാതെ നോക്കിയാൽ മതി കേട്ടോ. പൊട്ടിക്ക് അങ്ങോട്ട്. മഹേന്ദ്ര ബാഹുബലി. ആ സൈഡത്തെ കുഴപ്പമില്ല, എല്ലാം ഒരു തരം. എന്റെ അമ്മ ഇപ്പൊ ഗ്ലാസ് പൊട്ടിക്കും. ചേട്ടനും അനിയനും കേട്ടോ. ചേട്ടൻ ഇപ്പൊ പൊട്ടി. ദൈവമേ 1 2 3 പൊട്ടി. കഥം. പുള്ളിക്കാരൻ ചോദിച്ചു ഗ്ലാസ് ഇല്ലാതെ എങ്ങനെ നിങ്ങൾ പണിയെടുക്കും. നമ്മൾ ഗ്ലാസ് പൊട്ടിച്ചോളാൻ പറഞ്ഞു. ഗൈസ് അത്രേ ഉള്ളൂ. ഓടിയോ 1x കാണിച്ചോട്ടെ. ഇതെന്നാ പറ്റിയതാ? ഇതെന്താ ഗ്രീസ് ലീക്കായോടെ? ഗ്രീസ് അല്ല, കാലിലെ ചെളി അവിടുന്ന് ആയതാ. രാവിലെ കഴുകി വൃത്തിയായി വന്ന. ഇത് നിങ്ങൾ എന്റെ തുടം നോക്കൂ. ഇതാണ് എന്റെ കളർ. ഇപ്പൊ എന്റെ ഇത് നോക്കൂ. അതെങ്ങനെ താഴെ ഗ്രീസായേ? ഇതാണ് എന്റെ കളർ. നോക്കൂ, ഇവിടുന്ന് ടാൻ അടിച്ചാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിങ്ങനത്തെ തൊഴിലാണ് നമ്മുടെ. അപ്പോൾ എന്തായാലും അവന്മാരെ നമ്മൾ മൂപ്പിച്ച്
ഞാൻ അതും ഇതൊക്കെ വിളിച്ച് സെറ്റ് ചെയ്തിട്ട് വിട്ടിട്ടുണ്ട്. പണി എടുക്കില്ലായിരുന്നു അവര്. ഗൈസ് ഇപ്പൊ ഇവിടുത്തെ സാധനങ്ങളെല്ലാം ഊരി എടുത്ത് അവിടുന്ന് ചെറിയൊരു തട്ട് കൊടുക്കേണ്ട കേസേ ഉള്ളൂ. വൈപ്പറിന്റെ സാധനം എല്ലാം എടുത്തു കൊടുത്ത് വെറുതെ വ്യാപി മാറിയാണ് കേട്ടോ. അതെ, ഞാൻ തുമ്പിനെ വിളിച്ചെല്ലാം മനസ്സിലാക്കി. തുമ്പി പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മതി. നല്ലത്. ടയർ നാളെ പെടായിരുന്നാ മതി. നാളെ 11 മണിക്ക് തരുന്നോ? നാളെ തന്നെ പോയിരിക്കണേ. ടയർ കിട്ടിയിട്ട് ബാക്കി പരിപാടിക്ക് ഇനി ഇറങ്ങാമല്ലോ. ഇപ്പം പോയി ടയർ മേടിച്ചാലോ? മാറ്റിയാലോ? അതൊന്നും മാറ്റില്ല, ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ. അത് മാറ്റിയാ മാറ്റിയാ ഇരുന്ന് നമ്മൾ കറിയും. വേറെ ഒന്നും അതൊന്നുമില്ല, നമ്മളത് കറക്റ്റ് ഫോട്ടോയിൽ മനസ്സിലാവും. അതിലെല്ലാത്തിനും വെള്ളം വരെയില്ലേ? എല്ലാത്തിനും വെള്ളവരെയുണ്ട്. എല്ലാം ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അവന് ഉള്ളിൽ നിന്ന് ഒരു ടയർ തന്നെ കാണിച്ചു തന്നു 25,000 രൂപ. ഞാൻ പറഞ്ഞു പെയിന്റർ പെയിന്റർ ഡെൻഡർ പെയിന്റർ പെയിന്റർ ആ ഇതാണല്ലോ, പെയിന്റ് ഒക്കെ ഉണ്ട്. അപ്പം പെയിന്റർ പുള്ളിയുടെ കയ്യിൽ ഇതുണ്ട്, അതുകൊണ്ട് ഡെൻഡർ. ഈ സാധനം എല്ലാം മാറ്റി. ഇനി നമുക്ക് പുതിയ ക്ലാസ് ഇടണ്ടേ? എന്നാ പറഞ്ഞേ ഭയ്യാ മേരക്ക് കാല് പിടിച്ചിട്ട് അതിന് ലോക്ക് ആക്കിക്കട്ടെ എങ്ങനെയെങ്കിലും. ലോക്കും എല്ലാ സാധനം ഇവിടെ തന്നെ ചെയ്തു വെച്ചോ. പുള്ളിക്കാരൻ ഗ്ലാസ് എടുത്തോട്ട് പോവാ. ഈ വണ്ടിയുടെ ബേക്കോട്ട് ഇടുന്നേ. ആ നമുക്ക് തന്നെ തന്ന സമ്മാനം. എങ്ങോട്ടാ? ഇതിന്റെ ബാക്കി തന്നെ കിട്ടി. ഗിഫ്റ്റ് അടിച്ചു. ഇത് നമ്മള് പുള്ളിക്കാരന് കൊടുക്കും. मिलेगा सामान मिलेगा आएगा क्या क्या मिलेगा सारा मिलेगा ഓ മേരാ ഗാഡിയെ ഏ മേരാ ഗാഡിയെ 5-6 ദിവസം മുമ്പേ പുള്ളിയോട് പറഞ്ഞ് നമ്മൾ സെറ്റപ്പ് ചെയ്ത നല്ല മനുഷ്യനാണ് പുള്ളിക്കാരൻ. कल देखेगा आने के टाइम कल देखेगा इवनिंग पूरा देखेगा 5 बजे के बाद पूरा देखेगा. हाँ आज पूरा सामान आएगा. നാളെ എല്ലാം പൊട്ടിക്കൊള്ളു പെട്ടി കേട്ടോ. നമ്മുടെ ലൈറ്റും കൊണ്ട് വന്ന് സർദാർജിയാ. ഉള്ളെടുത്തുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. നമുക്ക് നടക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഇതാണ് അടുത്ത അപ്പോൾസറിക്കാരൻ. ഇതല്ലേ? അല്ല, ഇത് ഗ്ലാസ്സാ. ഗ്ലാസ് അല്ലേ? ഇവിടെ ഏത് ഗ്ലാസ് കിട്ടും? ടെക്ടറൊക്കെ ഇപ്പോൾ ഇവിടുന്ന് ടെക്ടർ ചെയ്തിട്ട് പോയതേ ഉള്ളൂ. 5 മിനിറ്റ് ആയതുള്ളൂ ടെട്രയുടെ കാശ് ശരിയാക്കിയിട്ട്. क्या क्या नहीं वो शिवम करेगा, मैं नहीं करेगा. എന്നാ ശിവൻ ചെയ്യുന്നു. പുതിയ ഗ്ലാസ് സാധനം റെഡിയായി മാത്രമേ ഗ്ലാസ് കയറുള്ളൂ, അല്ലെ ഗ്ലാസ് ചാടിപ്പോ. നോക്കി ശ്രദ്ധിച്ചു നോക്കിയേ, ഏതെങ്കിലും കിട്ടുന്ന കാണിച്ചു കൊടുത്താടല്ലേ പിന്നെ. അതെ, ആ മറ്റേതൊന്ന് ഇറക്കണമെന്ന് പറ. അല്ല അവർ അത് മാത്രം റെഡിയാക്കും. പറ മറ്റേത് റെഡിയാക്കണമെന്ന് പറയാം. ശരിയാക്കാം, നമ്മളിവിടെ തന്നെ ഉണ്ടല്ലോ. ചെയ്യുന്ന തന്നെ നോക്ക്, വെയിറ്റ് ചെയ്യാം. ഇത് കിട്ടാൻ സാധ്യതയില്ല കേട്ടോ, വൈപ്പറിന്റെ സാധനം. നാട്ടിൽ നമ്മൾ ചെയ്യേണ്ടി വരും ടെൻഡർമാരെ കൊണ്ട്. അപ്പം ഗ്ലാസ് ചെയ്യണ്ടേ? ഗ്ലാസ് അയക്കേണ്ടി വരും. ഗ്ലാസ് അയക്കും, പിന്നെ ഗ്ലാസ് ഇടാൻ പറ്റില്ല. ഊഞ്ചി ഗ്ലാസ് ഇടാനൊക്കെ പറ്റാതിരിക്കൊന്നുമില്ല. നോക്കാം എന്നെ ചെയ്യും. നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ നോക്കാം എന്നാ ചെയ്യുന്നതെന്ന് എലിവിനെ. അത് നമുക്ക് നോക്കാം. ചിലപ്പോൾ ആ ചളുക്ക് ഫ്രണ്ടിൽ ചളുക്ക് ശരിയാക്കുവാൻ സാധ്യത വളരെ കുറവാട്ടോ. 3000 രൂപ ക്ലാസ്സിനുള്ളതെന്ന് എനിക്കറിയാം. ഇതിന്റെ ക്ലാസ്സിന് പൈസ കുറവാ. കോമണോ? പുതിയ ക്ലാസ്സിന് പൈസ കുറവാ. 3000 കൂടിപ്പോയി 6000 7000 അതിൻ്റെ മേളിൽ എന്തായാലും വരില്ല. നമ്മുടെ വണ്ടിയുടെ ആ ഗ്ലാസിൻ്റെ പരിപാടികളും സംഭവങ്ങളും കാര്യങ്ങളും അവിടെ ശരിയാക്കലൊക്കെയാണ് ഈ സമയത്ത് ഇലക്ട്രീഷ്യൻ വരിക. നമ്മുടെ പ്രത്യേകത എന്നിട്ട് എൻഡ് ചെയ്ത് കറക്റ്റ് ചെയ്ത് തന്നായിരുന്നെങ്കിൽ സംഭവം റെഡി ആകാനായിട്ടോ. 100 കൊടുക്കാന്ന് പറഞ്ഞത്. 100 പറഞ്ഞല്ലോ, പ്രവചനം മാത്രം. ഗൈസ് ഫൈനലി നമ്മുടെ ഡെന്റിങ് ആശാമാർ റെഡിയാക്കിയിരിക്കുകയാണ്. ഗ്യാസ് ബെൽഡ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇതാണ്ട ഫുള്ള് ബെൽഡ് ചെയ്ത് നമ്മുടെ ആശാനും വന്നു കേട്ടോ. കാരണം നമ്മുടെ ഇലക്ട്രീഷ്യൻ വന്നു. പുള്ളിക്ക് ഭയങ്കര ഓഫറുകൾ കൊടുത്താക്കുന്നത്. എല്ലാം ഡെൻറ്റ് ചെയ്ത് റെഡിയാക്കി. എല്ലാം പറ്റില്ല എന്ന് പറഞ്ഞാൽ എല്ലാ കേസും റെഡി. ഗ്ലാസ്സിനുള്ള സാധനം റെഡിയാക്കി. എല്ലാം സാപ്പ് കുച്ച് ടീക്കേനാ ഭയ്യ का नाम क्या है? അതായത് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. അവിടെ എല്ലാം ബിൽഡിങ്ങും പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ മറ്റേ പുള്ളിയുടെ ഒരു 10 രൂപയുടെ പെയിന്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാം നടക്കും കേട്ടോ. 10 രൂപയുടെ പെയിന്റ്, അതായത് ബ്രഷും കൂടി ടച്ച് ചെയ്യുന്ന പച്ച പെയിന്റ് 10 രൂപയുടെ ടച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതായത് ഈ പുള്ളിക്കാരൻ വണ്ടി എടുത്ത് ടച്ച് കരോ, ഗ്രീൻ വാല ടച്ച് കരോ. ചെയ്തു തരാം. പുള്ളിയോട് വീഡിയോ പിടിക്കാം, ചെയ്തു തരാമെന്ന് ചോദിച്ചു. പൈസ ഒന്നുമില്ല, വേണേ വീഡിയോ എടുത്ത്. ഇതുണ്ട്, ഇതേപോലത്തെ കുറച്ച് ലൈറ്റ് ഉണ്ട്. എയർ തള്ളിയതാ ഇത്രയും ഇത് വന്നേ. ഇത് ഗ്ലാസ് കട കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നായിരിക്കുമല്ലോ കേട്ടോ, അവിടെ നിന്ന് തന്നെയായിരിക്കും ഗ്ലാസ് എടുത്തത്. ഇത് ഗ്ലാസിൻ്റെ പരിപാടി നടത്തുന്ന സ്ഥലമാണ്. അപ്പം ആ ഗ്ലാസ് എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട്, അതായത് ഫ്രണ്ടിലെ ഗ്ലാസ് നമ്മുടെ മിറർ അതൊക്കെ ഫിറ്റ് ചെയ്യാൻ കുറച്ച് പരിപാടികളുണ്ട് ഇന്ന്. അന്തരി തീനെ ചെയ്തു തരാന്ന് പറഞ്ഞു കേട്ടോ. 2 സൈഡില് उधर जाएगा शीशे देखने का प्रॉब्लम है. हमारे का एक्सपीरियंस नहीं है गाड़ी ड्राइविंग में. फर्स्ट टाइम അങ്ങനെയൊക്കെ പറഞ്ഞാൽ കാര്യങ്ങൾ ऑलरेडी एक छोटा कार का मारेगा ऑलरेडी. हाँ ऑलरेडी एक कार का मारेगा उधर. हाँ वो आमी अच्छा है ना. मेरे को प्रॉब्लम नहीं जाओ बोले नहीं, मेरा पैसा जाएगा ना. उधर काम करेगा. ചെയ്തു തരാന്ന്. ഇവരല്ലേ? അല്ല,
അവരല്ലേ അവരെ ആൾക്കാരെ കൊണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഫൈനലി മറ്റേ ഇതും കൂടെ കയറ്റിക്കൊണ്ടിരിക്കട്ടെ. ലാസ്റ്റ് പരിപാടിയാണ്. എന്താണ് അത്? വൈപ്പർ ബ്ലേഡിൻ്റെ സാധനമല്ല, വൈപ്പറിൻ്റെ മറ്റേ സാധനങ്ങൾ സംഭവങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കട്ടെ. അതുകൊണ്ട് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. പിന്നെ എയറിന് സൗണ്ട് വരുന്ന പരിപാടി ചെയ്യിക്കാൻ പറ്റും നോക്കട്ടെ. അല്ലെ നാട്ടിൽ നെയ്യായിരുന്നു എല്ലാം ചെയ്യിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നാട്ടിൽ പിന്നെ എന്ത് ചെയ്യും? നാട്ടിൽ നെയ്യാൻ എവിടെ നിന്ന് ഇവർക്കൊന്നും അറിയത്തില്ല. എയറിൻ്റെ പൈപ്പ് മുറിച്ച് നോക്കും, ലാസ്റ്റ് വഴിയും കിടക്കും അല്ലേ? ആ गेम गेम छोटा बच्चा नहीं कहेगा अब पढ़ो. मुझे गेम കളിക്കോ? ഗെയിം ആ ഗെയിം ഗെയിം എല്ലായിടത്തും ഇത് തന്നെ ഗതി. നമ്മുടെ വീട്ടിൽ ഇത് തന്നെ ഗതി. നമുക്കൊന്നും സെയിം. അതായത് എയർ ടാങ്ക് ഫുള്ളാക്കി വെക്കുവാണല്ലേ, നാളെ അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പോവാം. അതിൻ്റെ പുകയുണ്ടല്ലേടാ. പവർ സ്റ്റീം മോട്ടറിന് എന്നാ കംപ്ലൈന്റ് ഉണ്ട്? പവർ സ്റ്റീം മോട്ടറിന് എടുക്കുമ്പോ കിറുകിറിന് സൗണ്ട് കേട്ടില്ലേ ഇവനെ? പവർ സ്റ്റീം മോട്ടറിന് കംപ്ലൈന്റ് ഉണ്ട്. അത് ലാസ്റ്റ് അല്ലേ കൊണ്ടുവച്ചേ? ആ അതിൻ്റെയാ. ഈ കാര്യം നമ്മൾ അടിച്ച് നൂർത്ത് കേട്ടാ. ഇത് ഇവിടുന്ന് തന്നെ നൂർത്ത് ലെവലാക്കി എന്ന് പറഞ്ഞാണ് ഞങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞ് ആക്കിച്ച്. എടാ നാളെ രാവിലെ പറഞ്ഞേ. ആ ടാങ്കിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പിന്നെ ഇത് മേടിച്ചോണ്ട് വരേണ്ട സാധനം ലോക്ക്. അതിന്റെ ഫോൺ ഫോട്ടോ എടുക്കട്ടെ. ഈ സൈഡത്തെ ലോക്ക് രണ്ടെണ്ണം. സൈഡത്തെ ലോക്ക് ഏതാ? ഈ സൈഡിൽ ലോക്ക് വാങ്ങിക്കണ്ടേ? അതൊരു ഫോട്ടോ എടുത്തേ. മൊത്തം എടുത്താ? മൊത്തത്തിലെടുത്ത്. വലിയ പൈസ ഉണ്ടാവില്ലായിരിക്കും, ചെറിയ പൈസയേ ഉള്ളൂ. ഫോണെല്ലാം കയ്യിലുണ്ടോന്ന് വെച്ചാൽ നിന്റെ? ഞാൻ ഒരു ഫോണേ ഉള്ളൂ, ബാക്കിയെല്ലാം അതിൻ്റെ അത് വെച്ചില്ലേ? ഒന്നും കയ്യിലില്ലേ? ഗായ്സ് ഇന്നത്തെ ബൈ ബൈ, സീ യു ടുമോറോ ഇൻ അനദർ ഡേ. ഇന്നത്തെ ശീശ മാറ്റാൻ പറ്റൂല, ഈ ശീശ തന്നെ പോകേണ്ടി വരും. ശീശ വേറെ ഇല്ല കേട്ടോ. ശീശ അടി വെൽഡ് ചെയ്ത് തരാൻ പറഞ്ഞു. ബാക്കി വെൽഡ് അടിയാ. വെൽഡ് ചെയ്താലും മതി. ഇത് വെൽഡ് ചെയ്തല്ലേ കയറ്റുന്നത്. വെൽഡ് ചെയ്താലും മതി. പിന്നെ ഒരു ഭംഗിക്ക് പറയുന്ന 5 മണിക്ക്. പിന്നെ ആ മറ്റേ വണ്ടി സീറ്റ് ഉണ്ട്, അത് എടുക്കുക ഓർക്കണേ. നാളെ അല്ലേ? നാളെ സീറ്റ് സീറ്റ് കയറ്റണം. റെഡിയൊക്കെ ചെയ്ത് ബൈ ഗൈസ്. റെഡി കഴിഞ്ഞു. ഇന്നലെ ഭക്ഷണം കഴിക്കാൻ പോവാം. നേരെ പോകും. നാളെ ആകുമ്പോൾ ഇയാളുടെ സാധനം വരും. ഇയാളുടെ സാധനത്തിൻ്റെ ഓർഡർ കൊടുത്തിട്ടുണ്ട്, നാളെ വരും. ഇപ്പോൾ ഞാൻ മറ്റേ പുള്ളിയോട് ചെയ്തു തരാമെന്ന് ചോദിച്ചു. അവൻ ചെയ്തു തരാമെന്ന് പറഞ്ഞേ. നാളെ ടയറിൻ്റെ അറിയാം, പക്ഷേ ഇതിലും കട്ടുണ്ട് കേട്ടോ മറ്റേ ടയറിന്. ടയർ നല്ലതാ. ബേക്കത്തെ ടയർ അറിയത്തില്ല, എന്നാലും കുഴപ്പമില്ല. ദൈവത്തിന് അറിയാം കേട്ടോ. നാളെ അത് ഊരി തരാമെന്ന് പറഞ്ഞേ. അല്ലേ പിന്നെ നോക്കണേ. ആ ടയർ എടുത്തിട്ട് പിന്നെ ഇവിടെ 15 രൂപയ്ക്കല്ലേ, മറ്റമ്മ 12 രൂപയ്ക്ക് ടയർ കിട്ടിയല്ലോ. അതെ 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 അതെ, ടയർ നിറയ്ക്കാം നാളെ. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ അടുത്തുനിന്ന് നല്ല ടയർ മേടിക്കുക.